അമ്പലപ്പുഴയിൽ ദൃശ്യം മോഡൽ കൊലപാതകം. കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായ സ്ത്രീയെ അമ്പലപ്പുഴയിൽ കരൂരിൽ കൊന്നു കുഴിച്ചിട്ടു. കരുനാഗപ്പള്ളി സ്വദേശിനി വിജയലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത്. ആലപ്പുഴയിലെ കരൂരിലെ പ്രതിയുടെ വീട്ടുവളപ്പിൽ നിന്ന് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. പ്ലെയർ ഉപയോഗിച്ച് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് സുഹൃത്തായ ജയചന്ദ്രൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഈ മൊഴിയുടെ ചുവട് പിടിച്ചാണ് അന്വേഷണം നീങ്ങിയത്. ഈ മാസം 6-ാം തീയതിയായിരുന്നു കാണാതായത്. കഴിഞ്ഞ 13-നാണ് സഹോദരി പരാതി കൊടുത്തത്. കാണാനില്ല എന്ന പരാതി കൊടുത്തത്. തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുകയായിരുന്നു. അതിനിടെ ഒരു KSRTC ബസ്സിൽ നിന്ന് കണ്ടെത്തിയ മൊബൈൽ ഫോണാണ് ഈ അന്വേഷണത്തിൽ വഴിത്തിരിവായത്. അത് വിജയലക്ഷ്മിയുടെ ഫോണായിരുന്നു. ഈ ഫോൺ പ്രതി KSRTC ബസ്സിൽ എറണാകുളത്ത് വെച്ച് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. വിജയലക്ഷ്മി യാത്രയിലാണ് എന്ന് കാട്ടി അന്വേഷണം വഴിതെറ്റിക്കുക എന്നതായിരുന്നു പ്രതിയുടെ ഉദ്ദേശ്യം. ഈ മൊബൈൽ ഫോണിലെ നമ്പറുകളിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് പോലീസിന് ജയചന്ദ്രനെ കുറിച്ചുള്ള വിവരം കിട്ടിയതും അങ്ങനെ ചോദ്യം ചെയ്യലിൽ ഒടുവിൽ പ്രതിക്ക് കുറ്റം സമ്മതിക്കേണ്ടി വന്നതും. അല്പസമയം മുമ്പാണ് കരൂരിലെ വീട്ടുവളപ്പിൽ, അവിടെ നിർമ്മാണത്തിലിരുന്ന ഒരു വീടായിരുന്നു, പ്രതിയുടെ വീടിന് തൊട്ടടുത്തുള്ള വീടായിരുന്നു, അത് നിർമ്മാണത്തിലിരുന്ന വീടാണ്. അവിടെയാണ് പോലീസ് തെരച്ചിൽ നടത്തിയതും തറമാന്തി മൃതദേഹം പുറത്തെടുത്തതും. കൂടുതൽ വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുകയാണ്. ശരണ്യ, പ്രതി നൽകിയ മൊഴി അത് കൃത്യമായിരുന്നു എന്നിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണല്ലോ. എന്തെല്ലാം വിവരങ്ങൾ ഇപ്പോൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്? മഞ്ജുഷ, പ്രതി നൽകിയ മൊഴി 7-ാം തീയതി ഇവരെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് പ്രതി പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. പക്ഷേ 8-ാം തീയതി ഈ മൃതദേഹം കുഴിച്ചെടുത്ത സ്ഥലത്ത് ഒരു കല്ലെറിൽ കർമ്മം നടന്നിട്ടുണ്ട്. പക്ഷേ അവർ ഇത്തരത്തിലൊരു ഇവിടെ മറ്റു കുഴിയോ കാര്യങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്നുള്ള വിവരമാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും 7-ാം തീയതി ഇവർ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മൃതദേഹം ഇവിടെ പുറത്തെടുത്തിട്ടുണ്ട്. ഈ അമ്പലപ്പുഴ കരൂരിലെ ജയചന്ദ്രന്റെ വീടിനോട് ചേർന്നുള്ള തൊട്ടടുത്ത വീട്ടിലാണ്, കോമ്പൗണ്ടിലാണ് ഈ മൃതദേഹം ഉള്ളത്. ഒപ്പം ഇൻക്വസ്റ്റ് നടപടികളടക്കം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മൃതദേഹത്തിലെ വസ്ത്രങ്ങൾ നീക്കം ചെയ്ത നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് ഷീറ്റുകൾ വലിച്ചിട്ട് മൂടി അവിടെയാണ് ഈ നടപടിക്രമങ്ങൾ കാണിക്കുന്നത്. മൃതദേഹമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ പുറത്തേക്ക്, അതിന്റെ ദൃശ്യങ്ങളൊന്നും തന്നെ പുറത്തേക്ക് വിടാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് പോലീസ് ആ രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഈ കേസ് എത്തുന്ന ഒരു മിസ്സിംഗ് കേസായാണ് കരുനാഗപ്പള്ളി പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിനുശേഷം പിന്നീടാണ് ഇവരുടെ ഫോൺ കിട്ടിയതുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു സിനിമാ കഥ, ദൃശ്യം മോഡൽ എന്നൊക്കെ പറയാം, അതുപോലെ തന്നെ സിനിമാ കഥയോ വെല്ലുന്ന പോലെ മൊബൈൽ ഫോൺ ഒരു KSRTC ബസ്സിൽ എറണാകുളത്തേക്ക് എത്തിക്കുന്നു. എറണാകുളത്ത് ആ ഫോൺ ലഭ്യമാവുകയും ചെയ്യുന്നു. അതിനുശേഷം ആ എറണാകുളത്ത് നിന്നും ഈ ഫോണിനെ ഉടമ ആ ഫോൺ തേടി പോലീസിനെയോ അല്ലെങ്കിൽ ആ ഫോണിലേക്ക് വിളിക്കുകയോ ചെയ്യുന്നില്ല. പിന്നീട് 13-ാം തീയതി ഈ വിജയലക്ഷ്മിയുടെ സഹോദരി കരുനാഗപ്പള്ളി പോലീസിന് മൊഴി ഇത്തരത്തിൽ സഹോദരിയെ കാണാനില്ല എന്നുള്ള പരാതി നൽകുകയും ചെയ്യുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ മൊബൈൽ അടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇവർ കരൂർ എത്തി എന്നുള്ള വിവരം പോലീസിന് ലഭ്യമാവുകയും ചെയ്യുന്നത്. തുടർന്ന് ആണ് ഇവർ ഇത്തരത്തിൽ ഈ കരൂരിൽ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളത്, അതായത് ആൺസുഹൃത്തായ ജയചന്ദ്രനെ കസ്റ്റഡിയിലെടുക്കുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ജയചന്ദ്രൻ ഇങ്ങനെ ഒരു, ആദ്യഘട്ടത്തിൽ അയാൾ സമ്മതിച്ചിരുന്നില്ല, ഇങ്ങനെ ഒരു കൊലപാതകം നടത്തി എന്നുള്ള വിവരം അയാൾ സമ്മതിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് അയാൾ ചോദ്യം ചെയ്യൽ, തെളിവുകൾ വെച്ചുള്ള ചോദ്യം ചെയ്യലിൽ ഇത് കൊലപാതകം നടന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. ആ സ്ഥിരീകരണത്തിന് ശേഷമാണ് പിന്നീട് അമ്പലപ്പുഴ പോലീസിനെ കരുനാഗപ്പള്ളി പോലീസ് വിവരം കൈമാറുകയും രണ്ട് പരിധിയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ജോയിന്റ് ആയിട്ട് നടത്തിയ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇവിടെ മൃതദേഹം കണ്ടെടുത്തിട്ടുള്ളത്. രാവിലെ തന്നെ കരുനാഗപ്പള്ളി സിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തി. അമ്പലപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘവും എത്തി. കൊല്ലം ACP അടക്കമുള്ള ആളുകളും ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ വിജയലക്ഷ്മിയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് തന്നെ ഈ രീതിയിൽ ഇവർ പണം പലിശയ്ക്ക് കൊടുത്തിരുന്ന ഒരു സ്ത്രീയാണ്. ഒപ്പം തന്നെ പല ഘട്ടത്തിൽ ഇവരുമായി, അതായത് ഒന്നിലധികം ആൺസുഹൃത്തുക്കൾ ഉണ്ട് എന്നുള്ളതും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് നടന്ന തർക്കമാണ് അങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത്. അതായത് ജയചന്ദ്രന്റെ ആവശ്യപ്രകാരം ഇവർ
ആലപ്പുഴയിലെ കരൂരിലെ വീട്ടിലേക്ക് എത്തുന്നു. ആ വീട്ടിലെത്തിയതിനു ശേഷം പിന്നീട് അവരുടെ ഫോണിലേക്ക് മറ്റൊരു ആൺസുഹൃത്തിന്റെ ഫോൺ വരുന്നു. അതേ തുടർന്നുണ്ടായ തർക്കമാണ് പിന്നീട് കൊലപാതകത്തിലേക്ക് പോയത്. പ്ലെയർ ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. പക്ഷേ തൊട്ടടുത്ത വീട്ടിൽ നിന്നും ഈ അടുത്ത പുരയിടത്തിലേക്ക് മൃതദേഹം എങ്ങനെ എത്തിച്ചു, മറ്റൊരാളുടെ സഹായം ഉണ്ടായിട്ടുണ്ടോ എന്നതൊക്കെ ഇനി അന്വേഷണ സംഘം കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ നിലവിൽ പോലീസിന്റെ മുന്നിൽ ഇയാൾ പ്രതി ഒറ്റയ്ക്ക് ഈ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് മാത്രമാണ്. എന്തായാലും കൊല ചെയ്യപ്പെട്ടു എന്നുള്ള വിവരം ലഭ്യമായതിനെ തുടർന്ന് മൃതദേഹം എവിടെയെന്ന് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ആദ്യത്തെ വെല്ലുവിളി. അത് അന്വേഷണ സംഘം ഇപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മൃതദേഹം വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നാണ് ഇപ്പോൾ ഈ മൃതദേഹം ഇനിയാണ് ഈ കേസിലെ മറ്റ് നടപടികൾ. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടി പൂർത്തീകരിച്ച് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റും. പക്ഷേ ആ ഇൻക്വസ്റ്റ് നടപടികൾ തഹസിൽദാരുടെ ഒക്കെ നേതൃത്വത്തിലാണ്. കരുനാഗപ്പള്ളി സിയെയും അമ്പലപ്പുഴ സിയെ അടക്കമുള്ള ആളുകൾ നിന്നാണ് ഇൻക്വസ്റ്റ് പൂർത്തീകരിച്ചുകൊണ്ട് വരുന്നത്. ഒപ്പം ഇവരുടെ വസ്ത്രം മറ്റൊരു പുരയിടത്തിൽ കത്തിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ഈ മൃതദേഹത്തിന് നല്ല പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ദുർഗന്ധമാണ് ഈ സ്ഥലത്ത് ഉള്ളത്. മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷമാകും ഈ കേസ് സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭ്യമാവുള്ളൂ. കൊലപാതകം നടക്കുന്ന സമയത്ത് ഈ പ്രതിയുടെ വീട്ടിൽ മറ്റാരുമില്ലായിരുന്നു എന്നുള്ളതാണ് പ്രതി മൊഴി നൽകിയിട്ടുള്ളത്. ഭാര്യയും ഒപ്പം തന്നെ കുട്ടിയും മറ്റൊരിടത്തായിരുന്നു. ഭാര്യ ഹോം നേഴ്സായി ജോലിയാണ്. അവരെ മറ്റൊരിടത്ത് ജോലിക്കായി പോയിരിക്കുകയായിരുന്നു. കുട്ടിയും വീട്ടിലില്ലായിരുന്നു എന്നുള്ളതാണ്. താൻ ഒറ്റയ്ക്ക് കൊലപ്പെടുത്തിയെന്നാണ് പ്രതി ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ കൊലപാതകം നടന്നതായി കണ്ടെത്തിയ ഈ സ്ഥലത്ത് ഇവിടെ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്ത് മറ്റൊരാൾ വീട് വെക്കുന്നതിന് വേണ്ടി 8-ാം തീയതി തറക്കല്ലിട്ട സ്ഥലമാണ്. ശരണി, അതുപോലെ തന്നെ ഈ വിജയലക്ഷ്മിയെ കാണാനില്ല എന്ന് കാട്ടി പരാതി കൊടുത്ത ബന്ധുക്കൾക്ക് വിജയലക്ഷ്മി എങ്ങോട്ടാണ് പോയത് 6-ാം തീയതി അതിനെക്കുറിച്ച് വ്യക്തമായ വിവരം ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ ഇവിടെ ഏറ്റവും നിർണായകമായത് ആ മൊബൈൽ ഫോൺ ആയിരുന്നുവല്ലോ. KSRTC ബസ്സിൽ നിന്ന് കണ്ടെടുത്ത മൊബൈൽ ഫോൺ. ഈ പ്രതി എന്താണ് പോലീസിനോട് നൽകിയിരിക്കുന്ന മൊഴി? ഈ മനഃപൂർവ്വം ഇക്കാര്യത്തിൽ കേസ് അന്വേഷണം വഴിതെറ്റിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു ദൃശ്യം മോഡൽ, ദൃശ്യം സിനിമ കണ്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടു എന്ന രീതിയിലുള്ള മൊഴി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെ തന്നെയാണോ? ആ രീതിയിൽ തന്നെയാണോ പ്രതിയുടെ മൊഴി? അതെ, തീർച്ചയായിട്ടും മഞ്ജുഷ. ആദ്യം ഈ മൊബൈൽ ഫോണാണ് പോലീസിന് കിട്ടുന്നത്. എറണാകുളം പോലീസിന് KSRTC ബസ്സിൽ ഉപേക്ഷിച്ച നിലയിൽ ഒരു മൊബൈൽ ഫോൺ കിട്ടുന്നു. പിന്നീട് ഈ മൊബൈൽ ഫോണിന്റെ ഉടമ ഈ മൊബൈൽ ഫോൺ അന്വേഷിച്ച് ആ ഫോണിലേക്ക് ഒരു കോള് പോലും വരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ഫോണിനെ സംബന്ധിച്ച ഒരു കൗതുകം ആദ്യഘട്ടം മുതൽ തന്നെ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പിന്നെ ഈ വിജയലക്ഷ്മി താമസിച്ചിരുന്ന ഒരു പശ്ചാത്തലം, ഇവർ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. ഒപ്പം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലെ പല മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾ ഇവർ പണം പലിശയ്ക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. അത്തരത്തിൽ പണമിടപാടുകളൊക്കെ ഉള്ള ഒരു സ്ത്രീ, ഒപ്പം തന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവര് മിസ്സിംഗ് ആണ് എന്നുള്ള വിവരം സഹോദരി അടക്കം തിരിച്ചറിയുന്നത് പോലും കുറച്ച് നാളുകൾക്ക് ശേഷമാണ്. 13-ാം തീയതിയാണ് അവർ പരാതിയുമായി പോലീസിനെ സമീപിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ സിനിമയോട്, നേരത്തെ മഞ്ജു സൂചിപ്പിച്ചതുപോലെ തന്നെ ആ സിനിമയോട് സമാനമായ രീതിയിലുള്ള സാഹചര്യങ്ങളുണ്ട്. അതായത് ഈ പ്രതി ബോധപൂർവം ഇതിനെ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയാണ് മൊബൈൽ ഫോൺ എറണാകുളത്ത് KSRTC ബസ്സിൽ ഉപേക്ഷിച്ചത്. KSRTC ബസ്സിൽ ഉപേക്ഷിച്ചത്. അതിനുശേഷം പിന്നീട് ഈ എറണാകുളത്തേക്ക് ഇയാൾ പുറപ്പെടുന്ന സമയത്ത് ഇയാളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത വീട്ടിൽ പോയത്. അതിനുശേഷം അവിടെ എത്തിച്ചു. അതായത് മറ്റൊരിടത്തേക്ക് പോയി അവിടെയാണ് കാണാതായത് എന്ന് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അത്തരം ഇടപെടലൊക്കെ ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഇപ്പം മൃതദേഹം കുഴിച്ചെടുത്ത സ്ഥലത്ത് അധികം ആഴമില്ല, ഒരു 2 അടി 3 അടി താഴ്ചയിലാണ് ഇയാൾ മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണ സംഘത്തിന് മൃതദേഹം കണ്ടെത്താൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. ആ മൃതദേഹം കുഴിച്ചിട്ടതിന് ശേഷം പിന്നീട് ഇത് പുറത്തേക്ക് വരുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് ഇയാൾ അതിന്റെ പുറത്ത് കുറച്ച് എംസാൻഡും മെറ്റലും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കോൺക്രീറ്റ് ചെയ്തോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. മണ്ണ് തന്നെയാണ് ഉണ്ടായിരുന്നത്. ആ മണ്ണ് നീക്കം ചെയ്താണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കരുനാഗപ്പള്ളിയിൽ നിന്നും ചേർത്തലയിൽ അമ്പലപ്പുഴയിൽ നിന്നുള്ള അന്വേഷണ സംഘം ഇവിടെ എത്തി പലയിടങ്ങളിലായിട്ട് മണ്ണ് പരിശോധനയൊക്കെ നടത്തിയിരുന്നു. അതിനുശേഷം മൃതദേഹം ഇവിടെ ഉണ്ടെന്ന് അവർ ഏറെക്കുറെ ഉറപ്പിച്ച് തന്നെയാണ് അന്വേഷണ സംഘം പോയത്. ഇന്ന് 10:30 പ്രതിയെ ഇവിടെ എത്തിച്ചു. അതിനുശേഷം ആണ് ഈ ഭാഗം തറപ്പോള ഷീറ്റ് വലിച്ച് കെട്ടിയതിനു ശേഷമാണ് ഇപ്പോൾ മൃതദേഹം വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണ സംഘം കണ്ടെത്തി. ഇതിലിപ്പോൾ ഈ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടായിരുന്നല്ലോ, അവിടെ തറയുടെ നിർമ്മാണം നടക്കുന്ന സമയം ഈ പരിസരത്തൊന്നും ആരും ഇല്ലായിരുന്നു. ഇത് പകലാണല്ലോ ഇങ്ങനെ ഒരു കൃത്യം ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയും പോലീസിനൊരു നിഗമനമുണ്ടോ? എന്താണ് അതിൽ പ്രതി പറയുന്ന കാര്യങ്ങൾ?
മഞ്ജുഷ ആ വീട്ടിലല്ല, അത് നിർമ്മാണം നടന്നിരുന്ന വീട്ടിലല്ല മൃതദേഹം ഇട്ടിട്ടുള്ളത്. മൃതദേഹം ഇട്ടേക്കുന്നത് തൊട്ടടുത്ത് ഒരു കോമ്പൗണ്ടിലാണ് മൃതദേഹം ഉപേക്ഷിച്ചിരിക്കുന്നത്. അവിടെ കൊലപാതകം നടന്നത് അത്തരത്തിലൊരു നിർമ്മാണം നടന്ന സ്ഥലത്താണ്. പക്ഷേ മൃതദേഹം ഉപേക്ഷിച്ചിട്ടുള്ളത് ഈ തൊട്ടടുത്ത നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ആ വിജനമായ പറമ്പിലാണ് ഉപേക്ഷിച്ചിട്ടുള്ളത്. വീടിനോട് ചേർന്ന് തന്നെയാണ്. ഈ കൊലപാതകം നടന്നത് രാത്രിയിലാണ് എന്നുള്ളതാണ് പ്രതി പോലീസിനോട് സമ്മതിച്ചിട്ടുള്ളത്. അതായത് ഇവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത് തന്നെ അമ്പലപ്പുഴ ക്ഷേത്ര ദർശനത്തിന് പോകാം എന്ന് അറിയിച്ചാണ് ഇവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് വീട്ടിൽ വെച്ച് ഇവർ ഒരുമിച്ച് താമസിക്കുന്നു. വീട്ടിൽ വെച്ച് രാത്രിയിൽ മറ്റൊരു ആൺസുഹൃത്തിന്റെ ഫോൺ ഇവരുടെ ഫോണിലേക്ക് വരുന്നു, കോൾ ഇവരുടെ ഫോണിലേക്ക് വരുന്നു. അതിനെ തുടർന്നുണ്ടായ തർക്കം, അതായത് ഇവരുടെ മറ്റ് ബന്ധങ്ങളെ തുടർന്നുണ്ടായ തർക്കമാണ് ഒരു പ്രകോപനത്തിന്റെ ഭാഗമായി പ്ലെയർ എടുത്ത് തലയ്ക്ക് അടിച്ചത് എന്നുള്ളതാണ് ഇയാൾ ഇപ്പോൾ പോലീസിന് കൊടുത്തിട്ടുള്ള മൊഴി. കരുതിക്കൂട്ടി ഇവരെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയതാണോ എന്നറിയില്ല. പക്ഷേ നിലവിൽ അങ്ങനെ ഒരു കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടില്ല. ആ ഒരു പെട്ടെന്നുള്ള പ്രകോപനത്തിന്റെ ഭാഗമായി ഇവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് പോലീസ് കരുതുന്നത്. ശരി, ശരണ്യ സേനയാണ് വിവരങ്ങൾ നൽകിയത്. ഒരു ദൃശ്യം മോഡൽ കൊലപാതകം വീണ്ടും നടന്നിരിക്കുകയാണ്. ആലപ്പുഴ അമ്പലപ്പുഴയിൽ കരൂർ എന്ന സ്ഥലത്താണ് ഇങ്ങനെ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. കഴിഞ്ഞ 6-ാം തീയതി കാണാതായ കരുനാഗപ്പള്ളി സ്വദേശിയായ വിജയലക്ഷ്മിയുടെ മൃതദേഹമാണ് അല്പസമയം മുമ്പ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടിന്റെ സമീപത്ത് നിന്ന് കണ്ടെടുത്തത്. ജയചന്ദ്രൻ എന്ന സുഹൃത്താണ് കൊലപാതകം നടത്തിയത്. ജയചന്ദ്രൻ ഇക്കാര്യം നേരത്തെ പോലീസിനോട് സമ്മതിച്ചിരുന്നു. ഒരു മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഈ ഒരു കേസിന്റെ ചുരുളഴിക്കാൻ പോലീസിനെ സഹായിച്ചത്. 6-ാം തീയതി കാണാതായി എങ്കിലും 13-ാം തീയതിയാണ് പോലീസിന് ബന്ധുക്കളിൽ നിന്ന് പരാതി കിട്ടുന്നത്. അതിനുശേഷം ഒരു KSRTC ബസ്സിൽ നിന്നാണ് ഉപേക്ഷിച്ച ഒരു മൊബൈൽ ഫോൺ കണ്ടെത്തിയത്. ഈ മൊബൈൽ ഫോണിലെ നമ്പറുകളിലേക്ക് പോലീസ് ബന്ധപ്പെടുകയുണ്ടായി. തുടർന്നാണ് ജയചന്ദ്രൻ എന്ന ഒരു വ്യക്തി പലതവണ ഈ നമ്പറിലുള്ള ആളുമായി വിളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടതും ജയചന്ദ്രനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഒടുവിൽ കുറ്റം സമ്മതിക്കുകയും ഉണ്ടായി. സുഹൃത്തായിരുന്നു വിജയലക്ഷ്മിയുടെ ജയചന്ദ്രൻ. പെട്ടെന്നുള്ള പ്രകോപനമാണ് കൊലപാതകത്തിന് കാരണം എന്നാണ് ജയചന്ദ്രൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അല്പസമയം മുമ്പാണ് സന്ദീപ് വാര്യരെ ചാരി ഇടതുമുന്നണിയുടെ പുതിയ ആക്രമണം. സന്ദീപ് വാര്യർ മുൻപ് നടത്തിയിട്ടുള്ള മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ ആയുധമാക്കുകയാണ് LDF ചെയ്യുന്നത്. ഇത് പത്രപരസ്യമാക്കിയിരിക്കുകയാണ് LDF. സുപ്രഭാതം, സിറാജ് എന്നീ പത്രങ്ങളിലാണ് ഈ പരസ്യം നൽകിയിട്ടുള്ളത്. ഇത് വലിയ വിവാദത്തിന് കാരണമായിരിക്കുകയാണ്. UDF ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം സന്ദീപ് വാര്യരുടെ പരാമർശങ്ങൾ തിരിഞ്ഞുകുത്തുന്നുണ്ട് UDFന് എന്നുള്ള രീതിയിലുള്ള പ്രതികരണം BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. വിശദമായ റിപ്പോർട്ട് കാണാം. ആദ്യം പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കശ്മീരികളെ കൂട്ടക്കൊല ചെയ്ത് കുഴിച്ചുമൂടുക, കഴുത്തിൽ ടയറിട്ട് കത്തിച്ചു കൊല്ലണം. ബാബറി മസ്ജിദ് തകർത്തതിനെ എതിർക്കുന്നവർ വെറും കീടാണുക്കൾ. നിങ്ങളെയൊക്കെ ആര് കണക്ക് കൂട്ടുന്നു? എന്താണ് ഹിന്ദു മഹാസഭ ചെയ്ത കുറ്റം? ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നു. അടിവരയിട്ട് പറയുന്നു CAA കേരളത്തിലും നടപ്പാക്കും. ഇതൊക്കെയാണ് സന്ദീപിൻ്റെ പഴയ പ്രസ്താവനകളായി പരസ്യത്തിലുള്ളത്. ഒപ്പം സന്ദീപിൻ്റെ കാക്കി നിക്കറിലുള്ള പടവുമുണ്ട്. സുപ്രഭാതം, സിറാജ് എന്നീ പത്രങ്ങളുടെ 1-ാം പേജിലാണ് പരസ്യം. സന്ദീപ് വാര്യർ RSS വിട്ടിട്ടുണ്ടോ? സന്ദീപ് വാര്യരുടെ തറവാട്ടിൽ അദ്ദേഹത്തിൻ്റെ അമ്മ RSS ട്രെയിനിങ്ങിന് വേണ്ടി വിട്ടുകൊടുത്ത സ്ഥലം ഇപ്പോഴും ആരുടെ നിയന്ത്രണത്തിലാണ്? ആദ്യം ഒന്നമ്പരുന്ന കോൺഗ്രസ് ക്യാമ്പ് താമസിയാതെ പ്രത്യാക്രമണം തുടങ്ങി. സന്ദീപ് വാര്യർ ഇതൊന്നും താൻ പറഞ്ഞതല്ലെന്ന് അവകാശപ്പെട്ടു. ആ പരസ്യത്തിൽ തന്നെ വ്യാജമാണല്ലോ. പരസ്യത്തിൽ നേരത്തെ തന്നെ ഫാക്ട് ഫൈൻഡിംഗ് ടീം അത് വ്യാജമായ സ്ക്രീൻഷോട്ടാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം. 1. 2, CPMന്റെ കുണ്ടന്നൂർ MLA ആയിരുന്ന സ്വരാജ് നടത്തിയ ഒരു പരാമർശം, ആ പരാമർശം ഉദ്ധരിച്ചുകൊണ്ട് അതേ ചർച്ചയിൽ അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വാചകങ്ങൾ കടമെടുത്തുകൊണ്ട് ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു എന്ന വാചകം ഞാൻ കടമെടുത്തത് സംബന്ധിച്ച് അതും എന്റെ തലയിൽ ആരോപിച്ചുകൊണ്ടാണ് ഇന്ന് പരസ്യം കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു പരാമർശം പൗരത്വ ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി നടന്ന സമരങ്ങളിൽ കേസെടുത്തിട്ടുള്ള മുഖ്യമന്ത്രിമാരൊക്കെയാ? 1 യോഗി ആദിത്യനാഥ്, 2 യോഗി പിണറായി വിജയൻ. ഇനി മുൻ പ്രസ്താവനകളാണ് എടുക്കേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ മുൻകാല ചെയ്തികൾ എടുക്കേണ്ടതെങ്കിൽ ശ്രീ OK വാസുവിന്റെ മുൻകാല ചെയ്തി എടുത്തിട്ടാണോ നമ്മൾ അതിനെ ഓഡിറ്റ് ചെയ്തത്? എന്തുകൊണ്ട് മുസ്ലിം സമുദായ സംഘടനകൾ നടത്തുന്ന പത്രങ്ങളിൽ മാത്രം പരസ്യം എന്നതിന് CPM ന്യായം ഇതാണ്. ഞങ്ങൾ എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 പത്രങ്ങളുടെ പരസ്യം മാത്രം
ഒരു പ്രധാന വിഷയമാവുന്നത് എന്തുകൊണ്ടാണെന്നറിയില്ല. ഞാൻ മനോരമയിലെ പരസ്യം കണ്ടിരുന്നു, മാതൃഭൂമിയിലെ പരസ്യം കണ്ടിരുന്നു, ഹിന്ദുവിലെ പരസ്യം കണ്ടിരുന്നു. അതിലൊന്നും ഉപയോഗിക്കാത്ത ഭാഷ 2 പത്രത്തിൽ കൊടുക്കുമ്പം അത് ദേശാഭിമാനിയിലും ഇല്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അവസാന ദിവസമായി ഇന്ന് ഈ വിഷയം വലിയ രീതിയിൽ പ്രചാരണ ആയുധമാകുന്നുണ്ട്. LDF മനഃപൂർവ്വം ഇത്തരമൊരു പരസ്യം നൽകി മുസ്ലിം സമുദായത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് UDFന്റെ വാദം. ആ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ തട്ടിയെടുക്കുവാനുള്ള നീക്കം നടത്തുന്നത് LDF എന്നുള്ള പ്രചാരണം UDF ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. നാളെയാണ് പോളിംഗ് ബൂത്തിലെത്തുന്നത്. പാലക്കാട് നിശബ്ദ പ്രചാരണത്തിന്റെ തിരക്കിലാണ് ഓരോ സ്ഥാനാർത്ഥികളും. വോട്ടിംഗ് യന്ത്രങ്ങൾ ഉൾപ്പെടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നു. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. 1,94,706 വോട്ടർമാരാണ് അന്തിമ വോട്ടർ പട്ടികയിൽ ഉള്ളത്. ഈ വോട്ടർ പട്ടികയെക്കുറിച്ചുള്ള ചർച്ചകളുമുണ്ട്. ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്നുള്ള വിമർശനം LDF ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമ നടപടികളിലേക്കും LDF കടന്നിട്ടുണ്ട്. പരമാവധി വോട്ട് ഉറപ്പിക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് മുന്നണി സ്ഥാനാർത്ഥികൾ. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുകയാണ് പാലക്കാട് നിന്ന്. ശ്രീജിത്ത്, നിശബ്ദ പ്രചാരണം ആണെങ്കിൽ കൂടി പുതിയ വിഷയങ്ങൾ ഉണ്ടാവുകയാണല്ലോ ഈ ദിവസവും. അതിനൊരു ഉദാഹരണമാണല്ലോ സുപ്രഭാതത്തിലും സിറാജിലും വന്ന LDFന്റെ പരസ്യം. അതിനെ ഏത് രീതിയിലാണ് ഇപ്പോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് LDF? എങ്ങനെ മറിച്ചുള്ള വാദം UDF ഉന്നയിക്കുന്നു? ഈ ദിവസം എന്താണ് കാണാൻ കഴിയുന്നത്? തീർച്ചയായും ഏറ്റവും അവസാന ദിവസവും ആയുധങ്ങൾ പ്രയോഗിക്കുകയാണ് ഓരോ മുന്നണികളും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. തീർച്ചയായും സന്ദീപ് വാര്യരുടെ വരവ്, അദ്ദേഹത്തിന്റെ പഴയ നിലപാടുകൾ, ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആയുധമായിരുന്നതാണ്. അത് ഇന്നും ഈ തെരഞ്ഞെടുപ്പ് വേദിയിലും മറ്റൊരു തരത്തിൽ രംഗത്തെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. 2 മുസ്ലിം മാനേജുകൾ, അതായത് മുസ്ലിം ജനവിഭാഗങ്ങൾ വായിക്കുന്ന പത്രത്തിൽ തന്നെയാണ് സന്ദീപിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇടതുപക്ഷത്തിന്റെ ലേഖനം വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായും അവിടുത്തെ വോട്ടുകൾ തങ്ങൾക്ക് കൂടി ലഭിക്കുക എന്ന തന്ത്രം അവർ പയറ്റുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇത് കൃത്യമായി BJP ജയിക്കാതിരിക്കാൻ അത് UDFിലേക്ക് പോകുന്നു എന്നതാണ് സ്വാഭാവികമായി ഉയർന്നു വരുന്ന കണക്കുകൾ. ആ കണക്കുകളെ മറികടക്കാനുള്ള തന്ത്രം അവർക്കുണ്ട്. ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഇത്തവണ ഇവിടെ വിജയ പ്രതീക്ഷയുണ്ട്. ഈ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ അവരൊരു തന്ത്രം നടത്തുമ്പോൾ BJP ഒരു പരിധിവരെ ഇതിന്റെ ആശ്വാസത്തിലാണ്. കാരണം ഈ വോട്ടുകൾ ഭിന്നിക്കപ്പെട്ടാൽ അത് BJPക്ക് കൂടി ഗുണമാണ്. ഇത് UDFിലേക്ക് മാത്രം പോകുന്നതാണ് പാലക്കാട്ടെ തോൽവിക്ക് കാരണം എന്നതാണ് അവരുടെ ഒരു വിലയിരുത്തലുള്ളത്. എന്നാലും ഇതിനെതിരെ UDF സ്ഥാനാർത്ഥി അടക്കം നേതാക്കളടക്കം രംഗത്ത് വരികയും ചെയ്യുന്നു. അങ്ങനെയൊന്നും ഭിന്നിപ്പിക്കാൻ കഴിയുന്നതല്ല, അങ്ങനെയൊന്നും വികാരം ഇളക്കിവിടാൻ കഴിയുന്നതല്ല മുസ്ലിം ജനവിഭാഗം എന്ന് തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. LDF നടത്തുന്നത് ഒരു വർഗീയ പ്രചരണമാണ് എന്ന് UDF മറുപടി പറയുകയും ചെയ്യുകയാണ്. എന്തായാലും വർഗീയത ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ട് UDF ബന്ധം എന്നൊക്കെയുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വന്നതാണ്. SDPIയുടെ പിന്തുണ UDFന് പ്രഖ്യാപിച്ചത് വന്നതാണ്. അതുമായി ബന്ധപ്പെട്ടെല്ലാമുള്ള വിഷയങ്ങളിലേക്ക് ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചുരുങ്ങുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഒരുക്കങ്ങളും പൂർത്തിയായി, തെരഞ്ഞെടുപ്പ് കമ്മീഷനും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് അത് ബൂത്തുകൾ ഒരുക്കാനുള്ള ഒരുക്കത്തിലാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുള്ളത്. മഞ്ജുഷ്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. ഈ ദിവസവും പുതിയ പുതിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രചാരണ രംഗത്ത് സജീവമാണ്. നിശബ്ദ പ്രചാരണ രംഗത്ത് സജീവമായി ഓടി നടക്കുകയാണ് 3 മുന്നണി സ്ഥാനാർത്ഥികൾ. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഓടി നടന്ന് വോട്ട് പിടിക്കുകയാണ് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ ഓട്ടം നിയമസഭയിലേ അവസാനിക്കുകയുള്ളൂ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. എന്തോട്ടോ രാഹുലേ ഇത്? പരമാവധി ആളുകളുടെ ഹൃദയത്തിലേക്ക് ഓടിക്കയറാനുള്ള ശ്രമമാണ്. ഇവിടെ തുടങ്ങി എവിടെ എത്തിയ ഈ ഓട്ടം തിരുവനന്തപുരത്തെത്തും, നിയമസഭയിലേക്ക് എത്തും. വീട്ടിനുള്ളിൽ കയറിയ ആളുകളെ കാണുകയാണ്. അത്തരത്തിൽ എല്ലാ ആളുകളെയും രാഹുൽ പറഞ്ഞ പോലെ പരമാവധി ആളുകളെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ്. ഇവിടെ കുറച്ച് ഓട്ടമൊക്കെ വേണ്ടിവരുമെന്ന് ആദ്യം മുതൽ ഇത് തന്നെയാണ്. വലിയ വേഗത്തിൽ സ്ഥാനാർത്ഥികൾ ജനങ്ങളിലേക്ക് ഓടുകയാണ്. 5 ഭൂരിപക്ഷമാണ് ഷാഫി പറമ്പിൽ ഇന്നലെ പറഞ്ഞത്. ഞാനൊരു സ്ഥാനാർത്ഥിയായതുകൊണ്ട് അക്കത്തിലേക്കും ഭൂരിപക്ഷത്തിലേക്കും കിടക്കുന്നില്ല. എന്തായാലും വളരെ നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. സത്യത്തിൽ നിശബ്ദ പ്രചരണത്തെ പറ്റിയൊക്കെ നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യേണ്ടുന്ന കാലമായി. കാരണം ഇപ്പൊ അത് പ്രസക്തമല്ല. ഇപ്പൊ നിങ്ങളിലൂടെയും കണ്ടോണ്ടിരിക്കുകയല്ലേ ആളുകൾ, എത്രയോ ആളുകളെ കാണുന്നത്. ഇങ്ങനെ സ്ഥാനാർത്ഥി പിടിച്ചു വലിച്ചുകൊണ്ട് ഓടുകയാണ്. വാർഡ് കൗൺസിലറാണ്, ജനകീയനായ വാർഡ് കൗൺസിലറാണ്. CPM സിറ്റിംഗ് സീറ്റ് ജയിച്ച ആളാണ്. തൊട്ടടുത്ത തവണ ഒരു ex MLA പരാജയപ്പെടുത്തി
CPM ഒരു കോട്ട പിടിച്ചെടുത്ത ആളാണ്. ഇത്തരത്തിലാണ് ഓരോ വീടുകളിലും എത്തി വോട്ടർമാരെ നേരിൽ കാണുക. വലിയ പ്രതീക്ഷ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. ഭൂരിപക്ഷം എത്രയെന്ന് കൃത്യമായി പറയുന്നെങ്കിൽ പോലും വലിയ ഭൂരിപക്ഷം ഉണ്ടാകും. പ്രേത് കോങ്ങാടിനൊപ്പം VV അരുൺ, ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് നഗരസഭാ പരിധിയിൽ നിന്നാണ് പരമാവധി വോട്ടിന്റെ ലീഡ് ഇത്തവണയും BJP പ്രതീക്ഷിക്കുന്നത്. 10,000 വോട്ടിന്റെ ലീഡ് നഗരസഭാ പരിധിയിൽ നിന്ന് കിട്ടുമെന്നാണ് BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ ന്യൂസ് 18നോട് പറഞ്ഞത്. മാത്തൂർ, കണ്ണാടി ഈ പഞ്ചായത്തുകളിൽ മുന്നിലെത്തുമെന്നും കൃഷ്ണകുമാർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഈ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ? പരമാവധി ആൾ നേരിൽ കാണുകയാണോ? അതെ അതെ, പരമാവധി വോട്ടർമാരെ നേരിൽ കാണുക എന്നുള്ളതാണ്. ഇത് നേരത്തെ വന്ന സ്ഥലമാണല്ലേ? അല്ലല്ല, ഇത് ഞാൻ നേരത്തെ ഇവിടെ ഞാൻ ഈ പ്രദേശത്ത് 2000 നഗരസഭാ കൗൺസിലറായിട്ട് ആദ്യം ജയിച്ച പ്രദേശമാണ്. അതുകൊണ്ട് ഇവിടുത്തെ ആളുകളെ നേരിൽ കാണുക, വോട്ട് ചോദിക്കുക എന്നുള്ളത്. ഇന്നലത്തെ ഈ കുട്ടിക്കലാശത്തിന്റെയൊക്കെ ഒരു ആവേശം എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ ആവേശത്തിലാണ് ഞങ്ങളുടെ പ്രവർത്തകര്. ഞങ്ങൾ ആദ്യം തുടക്കം മുതൽ തന്നെ പറഞ്ഞല്ലോ, ആദ്യ ദിനം തൊട്ട് ഞങ്ങൾ വലിയ ആവേശത്തിലാണ്. ഓരോ ദിവസം കഴിയുന്നതോറും ഞങ്ങളുടെ ആവേശം വർദ്ധിക്കുകയാണ്, ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. എങ്ങനെ ഇവിടുത്തെ ഒരു ലീഡ് വർദ്ധിപ്പിക്കാനാകുമെന്ന് തന്നെയാണോ? അതെ, ഞങ്ങൾ 10,000-ൽ കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി ലീഡ് ചെയ്യും. അത് ഞങ്ങൾ 10,000-ൽ കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് പാലക്കാട് നഗരസഭാ പരിധിയിലുണ്ടാവും. പഞ്ചായത്തുകളിൽ ഞങ്ങൾ 2 പഞ്ചായത്തുകളിൽ 1ാം സ്ഥാനം വരും. 2 പഞ്ചായത്തുകളിൽ മാത്തൂരും കണ്ണാടിയും ഞങ്ങൾ 1ാം സ്ഥാനം വരും. CPMന്റെ പഞ്ചായത്താണ്. CPMന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നല്ലോ ഇതെല്ലാം. അതല്ലേ തകർന്നടിഞ്ഞത്. പാലക്കാട് നഗരസഭയിൽ CPMന് 17 സീറ്റ് ഉണ്ടായിരുന്നു, 7 സീറ്റാണ്. ഇപ്പോഴും കോൺഗ്രസ് തന്നെയാണോ നമ്മുടെ തൊട്ട് പിന്നിൽ നിൽക്കുന്നത്? അങ്ങനെയാണോ? കോൺഗ്രസുമായിട്ട് 2ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം അവർ 2 മുന്നണിയും തമ്മിൽ 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരത്തിലാണ്. 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും LDF സ്ഥാനാർത്ഥിയായ ഡോക്ടർ P സരിൻ. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായതിനാൽ തന്നെ വോട്ടിംഗ് മെഷീന്റെ മാതൃകയുമായി വോട്ടർമാരുടെ അടുത്തെത്തി പരിചയപ്പെടുത്തുകയാണ് ഇപ്പോൾ സരിൻ ചെയ്യുന്നത്. ഈ അവസാന മണിക്കൂറിൽ വ്യത്യസ്തമായ ഒരു പ്രചരണ രീതിയുമായാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി സരിൻ മുന്നോട്ട് പോകുന്നത്. ബാലറ്റ് ബോക്സിന്റെ മാതൃകയും അതുപോലെ തന്നെ ചിഹ്നവുമൊക്കെയായി വോട്ടർമാരിലേക്ക് വീണ്ടും എത്തുകയാണ് സരിൻ. സരിൻ, ഒരു വ്യത്യസ്തമായ ഒരു പ്രചരണമാണല്ലോ ഇത്. മാതൃക EVM ആയിട്ടൊക്കെയാണ് ഇറങ്ങിയിരിക്കുന്നത്. അതായത് ഒരു 9ാമത്തെ ചിഹ്നമാണ് നമ്മുടെ ചിഹ്നമെന്നും, ചിഹ്നം നോക്കി സമയമെടുത്ത് 9ാമത്തെ പേരിനും ചിഹ്നത്തിനും നേരെ വോട്ട് ചെയ്താൽ മതിയെന്നും അവരോട് പറയണം. അവർക്കൊരു ആശങ്ക ഉണ്ടാവരുതല്ലോ. ആദ്യത്തെ പേരുകൾ ഇങ്ങനെ നോക്കുമ്പോൾ അയ്യോ കാണുന്നില്ലല്ലോ, അത് പാടില്ലല്ലോ. അപ്പൊ തെരഞ്ഞ് എടുക്കുക എന്നുള്ളതാണല്ലോ തെരഞ്ഞെടുപ്പിന്റെ അർത്ഥം. തെരയണം, 9 വരെ തെരയണം, 9ാമതാണ് നമ്മൾ ജയിക്കണം എന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു ആത്മവിശ്വാസം? എങ്ങനെയുണ്ട് ജനങ്ങൾ നമ്മുടെ പേരും, ചിലർക്ക് നമ്മുടെ പേര് സരിൻ എന്ന് ഒരു പെട്ടെന്ന് പിടിയിട്ടാത്ത ഒരു പേരായതുകൊണ്ട് അവര് പേര് വിളിക്കുക സരുണെ, സരിമോനെ എന്നൊക്കെയാ. പക്ഷെ അതൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അർത്ഥം. ഡോക്ടർ എന്ന് പിന്നെ എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മുടെ പേരിന്റെ കൂടെ ഡോ എന്നുണ്ടാവുള്ളൂ, ഡോക്ടർ മുഴുവൻ ഇല്ല. അപ്പൊ ഡോ സരിനായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ചിഹ്നം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവര് മനസ്സിലാക്കുന്നു. ഭൂരിപക്ഷ പ്രതീക്ഷയൊക്കെ എത്രയായി? ഞാൻ കൃത്യമായി പറഞ്ഞു, മറക്കണ്ട. ചിഹ്നത്തിന്റെ 9ാമത്തേത് അമർത്തിക്കൊള്ളു. ഇതുപോലെ 9 ആണ്, താഴെയാണ് ഉണ്ടാവുക. നമസ്കാരം, വരാ 20,000 മനുഷ്യരുടെ എങ്കിലും വോട്ടിന്റെ വ്യത്യാസത്തിൽ നമ്മൾ ജയിക്കും. ഓരോരുത്തരും ഓരോ വോട്ടാ ചെയ്യുന്ന, ഓരോ മനുഷ്യനും അറിഞ്ഞു ചെയ്യുന്ന വോട്ടാണിത്. അങ്ങനെ 70,000-ലധികം മനുഷ്യരുടെ വോട്ട് കിട്ടും. 20,000-ലധികം മനുഷ്യരുടെ വോട്ടിന് ജയിക്കും. വലിയ ആത്മവിശ്വാസം തന്നെയാണ് സാറിനുള്ളത്. ചിഹ്നം ഇങ്ങനെ പരിചയപ്പെടുത്തി വോട്ടിംഗ് മെഷീൻ വോട്ട് ചെയ്യിച്ച് അത് പരിശീലിപ്പിച്ചാണ് ഒരു സ്ഥാനാർത്ഥി മുന്നോട്ട് പോകുന്നത്. വളരെ വ്യത്യസ്തമായ പ്രചരണ രീതി. അത്രത്തോളം ഇങ്ങനെ നമ്മൾ ദൃശ്യങ്ങൾ കാണും. ഇങ്ങനെ 9ാമത്തെ മെഷീൻ 9ാമത്തെ ഭാഗത്ത് വോട്ട് ചെയ്ത് ബീപ് ശബ്ദം കേൾക്കുന്നവർ വോട്ട് ചെയ്യണമെന്ന് പഠിപ്പിച്ച് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ആദ്യം ഈ വോട്ടർമാരെ വോട്ടിംഗ് മെഷീനുമായി പരിചയപ്പെടുത്തുമ്പോൾ തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണ രീതിയുമായാണ് സരിൻ മുന്നോട്ട് പോകുന്നത്. വലിയ ആത്മവിശ്വാസം, 20,000 വോട്ടിന്റെയെങ്കിലും ഭൂരിപക്ഷം കിട്ടുമെന്ന ആത്മവിശ്വാസവുമായാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ ഈ പ്രചരണം അവസാന മണിക്കൂറിൽ പുരോഗമിക്കുന്നത്. പ്രജിത് കോങ്ങാടിനൊപ്പം VV അരുൺ, ന്യൂസ് 18 പാലക്കാട്. മറ്റ് മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾ പാലക്കാടും വോട്ട് ചേർത്തിട്ടുണ്ട്. ഈ ഒരു ആരോപണം CPM ഇപ്പോഴും കടുപ്പിക്കുകയാണ്. എന്നാൽ ഇരട്ട വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളവരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് മുഖ്യ വരണാധികാരിയായ ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര ന്യൂസ് 18നോട് പറഞ്ഞത്. ആരെങ്കിലും അത്തരത്തിൽ നിയമപരമല്ലാതെ വോട്ട് ചെയ്താൽ അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്നും കളക്ടർ പറയുകയാണ്. സ്വാഭാവികമായ കാരണങ്ങളാൽ താമസം മാറി വന്ന വോട്ടർമാർക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്.
പാലക്കാട് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വരണാധികാരി പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര IAS എനിക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഇതൊരു വലിയ പ്രചാരണമൊക്കെ നടന്ന് കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പാണ്, എത്രത്തോളം ഒരുക്കങ്ങൾ പൂർത്തിയായി നാളത്തേക്കുള്ള ഒരുക്കങ്ങളെല്ലാം? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം സുതാര്യമായിട്ട് നന്നായിട്ട് ഇലക്ഷൻ നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ വിക്ടോറിയ കോളേജിൽ പോളിംഗ് മെഷീനുകളുടെ വിതരണം നടക്കുകയാണ്. പോളിംഗ് മെഷീനുകളുടെ വിതരണം കഴിഞ്ഞാൽ അവരെ പ്രത്യേക വാഹനങ്ങളിൽ അതായത് പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തിക്കും. പോളിംഗും കൃത്യമായിട്ട് തന്നെ നടപ്പാക്കുന്നതിനുള്ള എല്ലാ പ്രിക്കോഷൻസും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഇരട്ട വോട്ടുകൾ സംബന്ധിച്ച ആരോപണങ്ങളാണ്, അതെങ്ങനെയാണ് അതിനെ തടയുക, എങ്ങനെയാണ് അതിനുള്ള ക്രമീകരണങ്ങൾ? ഇരട്ട വോട്ട് സംബന്ധിച്ച് പരാതി കിട്ടിയപ്പോൾ തന്നെ ഓരോ ബൂത്ത് തലത്തിലും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായിട്ട് ഉദ്യോഗസ്ഥർ പ്രത്യേക മീറ്റിംഗുകൾ നടത്തിയിരുന്നു. അതിനുശേഷം ഓഫീസ് തലത്തിൽ പ്രത്യേകിച്ച് മലമ്പുഴ പോലെയുള്ള മറ്റു മണ്ഡലങ്ങളുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന പോളിംഗ് ബൂത്തുകളിലെ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രത്യേകമായിട്ട് നമ്മൾ പരിശോധിച്ചു. ഏതെങ്കിലും തരത്തിൽ വ്യാജ വോട്ട് ആരോപണം വന്നേക്കാവുന്ന ആളുകളുടെ വിവരങ്ങൾ നമ്മൾ ഒരു പ്രത്യേക ലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അത് പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവര് വോട്ട് ചെയ്യാൻ എത്തിയാൽ ഇപ്പൊ ആരോപണം വന്നിരിക്കുന്നത് ഒരു ബൂത്തിൽ നിന്ന് സ്വാഭാവികമായിട്ടുള്ള കാരണങ്ങളാൽ മറ്റു ബൂത്തുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് പകരം അവർക്ക് മറ്റൊരു മണ്ഡലത്തിൽ വോട്ടുണ്ട് എന്നുള്ളത് മറച്ചുവെച്ച് പുതിയതായിട്ട് ഫോം 8 കൊടുക്കേണ്ടതിന് പകരം ഫോം 6 കൊടുത്ത് അട്ടിമറിക്ക് ശ്രമിക്കുന്നു എന്നുള്ള ആരോപണമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നമ്മൾ പ്രത്യേകം ലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അവർ വോട്ട് ചെയ്യാൻ എത്തിയാൽ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിച്ച് മാത്രമായിരിക്കും അവരെ വോട്ട് ചെയ്യിക്കുക. അത് അവർക്കെതിരെയുള്ള എവിഡൻസ് ആണ്. പിന്നീട് ഇങ്ങനെയുള്ള ഓരോ കേസിലും നമ്മൾ ഉദ്യോഗസ്ഥർക്കെതിരെയും വോട്ട് ചെയ്തവർക്കെതിരെയും കൃത്യമായിട്ട് അന്വേഷണം നടത്തും. അത് തെളിഞ്ഞാൽ അവർക്ക് 1 വർഷം തടവും പിഴയും അടങ്ങുന്ന ശിക്ഷ ഉണ്ടാകും. എത്ര പേരുടെ ഒരു പട്ടികയുണ്ട് മേഡം? നമ്മൾ എല്ലാ പോളിംഗ് സ്റ്റേഷനിലും നേരത്തെ പറഞ്ഞ പോലെ പരിശോധന നടത്തി. അങ്ങനെ അലാമിംഗ് നമ്പേഴ്സ് ഒന്നുമില്ല. വളരെ കുറച്ച് നമ്പറുകൾ ആരോപണം വന്ന കേസുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് കൊടുത്തിട്ടുണ്ട്. ഓരോ ബൂത്തിലെയും ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് ആ ലിസ്റ്റ് പരിശോധിക്കും. ഇവര് വോട്ട് ചെയ്യാൻ അനുവദിക്കും എന്നുള്ളതാണോ, അതോ അതെങ്ങനെയാണ്? ഞാൻ പറഞ്ഞല്ലോ, അനധികൃതമായിട്ട് വോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ വോട്ട് ചെയ്യിക്കും. പക്ഷെ വോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ അത് അവർക്കെതിരെയുള്ള തെളിവാണ്. അതിന് നമ്മൾ അന്വേഷിച്ച് നടപടിയെടുക്കും. മോക്ക് പോളിംഗ് ഒക്കെ കുറച്ച് നേരത്തെ നടത്തുകയാണോ? സാധാരണ അതായത് സാധാരണ 5:30 നടത്തി അതിന് 7 മണിക്കുള്ളിൽ ബാക്കി എന്തെങ്കിലും മെഷീന് കുഴപ്പമുണ്ടെങ്കിൽ പെട്ടെന്ന് പരിഹരിക്കാനുള്ള ക്രമീകരണമായിരിക്കും അല്ലേ? നമ്മൾ സാധാരണ ചെയ്യുന്ന എല്ലാ ഇലക്ഷനിലും ചെയ്തു വരുന്ന അതേ നടപടിക്രമം തന്നെയാണ് ഇത്തവണയും. എന്തായാലും അത് തന്നെയാണ്, ഇരട്ട വോട്ടുകൾ ഉണ്ടെങ്കിൽ അത് അവർക്കെതിരെ ശക്തമായ അത്തരം പട്ടികകളുണ്ട്, ചെറിയ പട്ടികയാണുള്ളത്, അവർക്കെതിരെ ശക്തമായ നിയമ നടപടി അടക്കം ഉണ്ടാകും എന്നാണ് ജില്ലാ കളക്ടർ മുഖ്യ വരണാധികാരി വ്യക്തമാക്കുന്നത്. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 പാലക്കാട്. സമസ്തയിലെ ലീഗ് വിരുദ്ധർക്കെതിരെയുള്ള ആരോപണം KM ഷാജി തുടരുകയാണ്. സമസ്തയെയല്ല, ചില നാവ് കൂടിയ ഇനത്തെയാണ് എതിർക്കുന്നതെന്നാണ് KM ഷാജി ഇന്ന് പറഞ്ഞത്. അവരുടെ ആശങ്കയ്ക്ക് ഒരു പിണറായി പക്ഷവുമുണ്ട്. കഴിഞ്ഞ ദിവസം സുപ്രഭാതത്തിൽ വന്ന മുനമ്പം ലേഖനം വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനാണ് സഹായിക്കുകയെന്നും KM ഷാജി വിമർശിക്കുന്നു. അല്ല, ഈ ആശങ്കക്ക് ഒരു പിണറായി പക്ഷമുണ്ട്. അത് ഇപ്പം പുതുതായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ സംഘത്തിൽ നിന്ന് വരുന്നതിനും ഈ ഒരു പിണറായി പക്ഷമുണ്ട്, പിണറായി സ്നേഹപ്രകടനമുണ്ട്. ഇപ്പോൾ അതിൽ ചില ആളുകളുടെ ഇപ്പോൾ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ലേഖനം എഴുതിയിട്ടുള്ള ആളുകളുടെ ഈ അന്ന് പ്രസംഗിച്ച ആളുകളുടെയൊക്കെ ഫോൺ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എളമരം കരീമും മോഹനനുമായിട്ട് ഒരു ദിവസം എത്ര സംസാരിക്കുന്നു എന്നല്ല, അത് ഫിഖിന്റെ മസാല അറിയണമെന്നല്ലോ വിളിക്കുന്നത്. ഈ രാഷ്ട്രീയ ബന്ധമാണ്. അപ്പോൾ അത് എവിടുന്ന് വന്നാലും, അത് ഏത് കൂട്ടുന്നു വന്നാലും ഞങ്ങൾക്ക് ഇതിനകത്തൊരു സമീപനം മാത്രമേ ഉള്ളൂ. അത് വളരെ പ്രകടമാണ്, അത് വളരെ വിസിബിളുമാണ്. അല്ല, സമസ്തക്കാരെന്നുള്ള നിലക്കല്ലേ, സമസ്തക്കാരെന്ന് പറയാനേ പാടില്ല. സമസ്തയെ ഇതിൽ കക്ഷിയല്ല, ചില ആളുകളാണ്, അവരുടെ അഭിപ്രായ പ്രകടനങ്ങളാണ്. അല്ലാതെ സമസ്ത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, അത് വളരെ സമസ്ത എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനമായിട്ടുള്ള തർക്കമേ അല്ല ഇത്. അങ്ങനെ ആക്കിക്കൊണ്ടുവരാൻ നിങ്ങൾ എന്നോട് എത്ര ചോദ്യം ചോദിച്ചാലോ നിങ്ങളങ്ങനെ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. പക്ഷേ ചില ആളുകൾ, ആ ആളുകൾ ഇങ്ങോട്ട് ബഹുമാനിച്ചാൽ തിരിച്ചങ്ങോട്ട് ബഹുമാനിക്കും, ഇങ്ങോട്ട് വർത്താനം പറഞ്ഞാൽ അതിൻ്റെ 10 ഇരട്ടി അങ്ങോട്ട് വർത്താനം പറയും. അതത്രേ ഉള്ളൂ. ആ വർത്താനം കൊണ്ട് അത് തീരും. അതിന് മറുപടി നാളെ വരുമ്പോൾ അപ്പം പറയും. മറ്റൊരു വാർത്തയിലേക്ക്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം കിട്ടി. സുപ്രീം കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. പരാതി നൽകിയത് സംഭവം നടന്ന് 8 വർഷത്തിന് ശേഷം. ഇതായിരുന്നു ജാമ്യം നൽകാൻ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയ കാരണം. നിലവിൽ ഇടക്കാല മുൻകൂർ ജാമ്യത്തിലായിരുന്നു സിദ്ദിഖ്. ഇപ്പോൾ സ്ഥിരമായിട്ട് മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുകയാണ്. അതിനാൽ അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2018 തന്നെ ഈ സിദ്ദിഖിനെതിരെയുള്ള ആരോപണം ഫേസ്ബുക്കിൽ നടി കുറിച്ചതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് പരാതി നൽകാൻ ഇത്രയും വൈകിയത് എന്ന ചോദ്യമാണ് സുപ്രീം കോടതി ഉന്നയിച്ചത്. വിശദമായ റിപ്പോർട്ട് കാണും.
അതിജീവിത പരാതി നൽകിയത് 8 വർഷത്തിന് ശേഷമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റിടാൻ ധൈര്യം കാണിച്ച പരാതിക്കാരി 8 വർഷം പോലീസിന് പരാതി നൽകാതിരുന്നത് എന്ത് എന്ന് കോടതി ചോദിച്ചു. 2016 നടന്ന സംഭവത്തിൽ പരാതി രജിസ്റ്റർ ചെയ്യുന്നത് 2024 പരാതിപ്പെടാൻ ധൈര്യമില്ലാത്ത പ്രായമായിരുന്നു അതിജീവിതയുടെതെന്ന് അവർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷക വൃന്ദ ഗ്രോവർ വാദിച്ചു. 2018 ഫേസ്ബുക്കിൽ ഇതേ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പോസ്റ്റിടാൻ അതിജീവിത ധൈര്യം കാണിച്ചുവെന്ന് സിദ്ദിഖിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. സൈബർ ആക്രമണം കാരണം അതിൽ നിന്നും പിന്തിരികയായിരുന്നുവെന്നും അതിനാൽ പരാതി നൽകാൻ വൈകിയ സാഹചര്യം അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്നും അഡ്വക്കേറ്റ് വൃന്ദ ഗ്രോവർ വാദിച്ചു. കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. സിദ്ദിഖ് പാസ്പോർട്ട് ഹാജരാക്കണമെന്നും അന്വേഷണത്തോട് സഹകരിക്കണമെന്നും കോടതി വ്യക്തമാക്കി. സിദ്ദിഖിന് ജാമ്യം നൽകിയാൽ സമാനമായ മറ്റു കേസുകളെയും ബാധിക്കുമെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഹേമ കമ്മിറ്റി മുൻപാകെയും ഇവർ ഹാജരായില്ലെന്ന് സിദ്ദിഖിന്റെ അഭിഭാഷകൻ മുകുൾ റോത്തഗി ചൂണ്ടിക്കാട്ടി. കേസിൽ നേരത്തെ സുപ്രീം കോടതി സിദ്ദിഖിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച പരിഗണിച്ച കേസ് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വാദം മാറ്റണമെന്ന സിദ്ദിഖിന്റെ അഭിഭാഷകൻ മുകുൾ റോത്തഗിയുടെ ആവശ്യം അംഗീകരിച്ചാണ് ഇന്നത്തേക്ക് മാറ്റിയത്. അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും പരാതിക്കാരി പോലും ഉന്നയിക്കാത്ത ആരോപണങ്ങളാണ് പോലീസ് തനിക്കെതിരെ ഉന്നയിക്കുന്നതെന്നുമായിരുന്നു സിദ്ദിഖിന്റെ വാദങ്ങൾ. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. വയനാടിന് കേന്ദ്ര അവഗണന തുടരുകയാണ് എന്നുള്ള കാര്യം ഉന്നയിച്ചുകൊണ്ട് UDF-ഉം LDF-ഉം ഹർത്താൽ ആചരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ഹർത്താൽ തുടങ്ങി. LDF UDF ഹർത്താൽ പുരോഗമിക്കുകയാണ്. ഇപ്പോഴും രാവിലെ ലക്കിടി ജില്ലാ കവാടത്തിലും കൽപ്പറ്റയിലും UDF പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞിരുന്നു. KSRTC അന്തർ ജില്ലാ സർവീസും സ്വകാര്യ വാഹനങ്ങളുമാണ് തടഞ്ഞത്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ലെന്ന കേന്ദ്ര നിലപാടിൽ പ്രതിഷേധിച്ചുള്ള ഈ ഹർത്താലിൽ LDF-ന്റെയും UDF-ന്റെയും നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. പ്രതിഷേധം തുടരുമെന്നാണ് നേതാക്കൾ പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി CV അനുമോദ് ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. അനുമോദ്, ഹർത്താൽ രാവിലെ അല്പനേരം ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു, വാഹനങ്ങൾ തടയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു? വാഹനങ്ങൾ ഓടുന്നില്ലേ ഇപ്പോൾ? മഞ്ജുഷ, ഹർത്താൽ പരിപൂർണമാണ്. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ്. സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങിയിട്ടില്ല. ദീർഘദൂര KSRTC സർവീസുകൾ മാത്രമാണ് ഇന്ന് കൽപ്പറ്റയിലൂടെയും വയനാട്ടിലെ മറ്റ് ദേശീയപാതകളിലൂടെയും സർവീസ് നടത്തുന്നത്. കൽപ്പറ്റയിൽ രാവിലെ മുതൽ തന്നെ LDF-ന്റെയും UDF-ന്റെയും പ്രവർത്തകർ പ്രതിഷേധവുമായി ഇറങ്ങിയിരുന്നു. മൈസൂരിലേക്കും മറ്റ് ദൂരദേശങ്ങളിലേക്കുമുള്ള ബസ്സുകൾ അത് ഏറെ നേരം തടഞ്ഞ് നിർത്തുകയും ആ റോഡ് അവരുടെ സഞ്ചാരത്തിന് തടസ്സമുണ്ടാക്കുകയും ചെയ്തിരുന്നു. 1 മണിക്കൂറിലധികം സമയം പലപ്പോഴും ബസ്സുകളും ലോറികളും പിടിച്ചിടുന്ന സാഹചര്യം വരെ കൽപ്പറ്റയിൽ ഉണ്ടായിരുന്നു. പോലീസ് ഇടപെട്ടാണ് പിന്നീട് ഏറെ നേരത്തിന് ശേഷം വാഹനങ്ങൾ കടന്നുപോകാനുള്ള സാഹചര്യം ഒരുക്കിയത്. രാവിലെ മുതൽ ലക്കിടി ജില്ലാ കവാടമായ ലക്കിടിയിൽ രാവിലെ 6 മണി മുതൽ തന്നെ UDF പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു തുടങ്ങിയിരുന്നു. പക്ഷേ അനിഷ്ട സംഭവങ്ങളോ മറ്റ് അക്രമ സംഭവങ്ങളോ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാവിലെ 10 മണിയോടെ LDF പ്രവർത്തകരും 11 മണിയോടെ UDF പ്രവർത്തകരും കൽപ്പറ്റ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. UDF-ന്റെ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും ഉണ്ടായിരുന്നു. വലിയ വിമർശനമാണ് UDF-ഉം LDF-ഉം കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത്. പ്രധാനമന്ത്രി ഇവിടെ എത്തി കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കി തിരിച്ചു പോയപ്പോൾ ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇത് കേരളത്തെ രാഷ്ട്രീയ വിവേചനം കാണിച്ച് കേരളത്തെ അവഗണിക്കുന്ന സമീപനമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ സമീപനത്തിനെതിരെ വരും ദിവസങ്ങളിലും സമരവും പ്രക്ഷോഭവും ശക്തമാക്കും. പാർലമെന്റിനകത്തും അതേപോലെ തന്നെ മറ്റ് ജില്ലകളിലേക്കും സമരം വ്യാപിപ്പിക്കുമെന്നാണ് T. സിദ്ദീഖ് MLA പറഞ്ഞത്. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വരെ സമരം ഇതിന്റെ അലയൊലികൾ എത്തിക്കാനുള്ള ശ്രമമാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാകുക എന്നാണ് CPM നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം UDF LDF സർക്കാരിനെതിരെയും രംഗത്തെത്തിയിട്ടുണ്ട്. LDF സർക്കാർ ഇവിടെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ നടത്തുന്നില്ല. മന്ത്രിസഭാ ഉപസമിതി വയനാട്ടിലെത്തിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. തെരച്ചിലിൽ കാണാതായ
കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നിർത്തിയിട്ടും ദിവസങ്ങളായിരിക്കുന്നു. ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷേ സർക്കാർ അതൊന്നും ശ്രദ്ധിക്കാതെ കേന്ദ്രത്തെ പഴി പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് എന്നൊരു വലിയ വിമർശനമാണ് UDFന്റെ ഭാഗത്തുനിന്നും ഉയർന്നിരിക്കുന്നത്. എന്നാണെങ്കിലും സർക്കാരിന് എതിരായ സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ഒരു പ്രതിഷേധമാണ് UDF ഇവിടെ ഹർത്താലിലൂടെ നടത്തുമ്പോൾ കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരായിട്ടാണ് LDFന്റെ അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. LDFും UDFും ഹർത്താൽ ആചരിക്കുന്നുണ്ട് എങ്കിൽ പോലും LDFന്റെ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെതിരെയും UDFന്റെ പ്രതിഷേധം LDF സർക്കാരിനും കേന്ദ്ര സർക്കാരിനും എതിരെയുമാണ്. കർണാടകത്തിലെ ഉടുപ്പിയിൽ ആന്റി നക്സൽ സ്ക്വാഡുമായുണ്ടായ ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് കമാൻഡർ വിക്രം ഗൌഡ കൊല്ലപ്പെട്ടു. ഉടുപ്പി ചിക്മംഗ്ലൂർ അതിർത്തിയോട് ചേർന്ന ഹെബ്രി വനമേഖലയിലായിരുന്നു ഈ ഏറ്റുമുട്ടൽ നടന്നത്. ദക്ഷിണേന്ത്യയിലെ നക്സൽ നേതാവായ വിക്രം ഗൌഡ നാടുകാണി ദളത്തിന്റെ ചുമതല വഹിച്ചിരുന്ന ആളാണ്. കർണാടകയിലെ ഉടുപ്പി ചിക്കമംഗലൂർ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സിതംബില്ലു ഹെബ്രി വനമേഖലയിൽ ആന്റി നക്സൽ സ്ക്വാഡുമായുണ്ടായ ഏറ്റുമുട്ടലിലാണ് മാവോയിസ്റ്റ് കമാൻഡർ വിക്രം ഗൌഡ കൊല്ലപ്പെട്ടത്. നേത്രാവതി ദളത്തിന്റെ കമാൻഡറാണ് ഉടുപ്പി കബ്ബിനാലെ സ്വദേശിയായ വിക്രം ഗൌഡ. 5 പേരടങ്ങുന്ന സംഘം ഭക്ഷണ സാധനങ്ങൾ ശേഖരിക്കുന്നതിന് വനമേഖലയുടെ സമീപത്തെ ജനവാസ മേഖലയിലെത്തിയെന്ന് ഗ്രാമീണർ നൽകിയ വിവരത്തെ തുടർന്ന് ഈ മേഖല കേന്ദ്രീകരിച്ച് പരിശോധന ഊർജിതമാക്കിയിരുന്നു. സംഘത്തിലുണ്ടായിരുന്ന 3 പേർ രക്ഷപ്പെട്ടു. മുങ്കാർലത, ജയണ്ണ, വനജാക്ഷി എന്നീ നേതാക്കളാണ് രക്ഷപ്പെട്ടതെന്നാണ് വിവരം. ഇവർക്ക് വെടിയേറ്റതായും സൂചനയുണ്ട്. 2016 നിലമ്പൂർ, കരുളായി, വരയൻമലയിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ രക്ഷപ്പെട്ടയാളാണ് വിക്രം ഗൌഡ. അന്ന് മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം കുപ്പു ദേവരാജ്, തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റി അംഗം അജിത എന്നിവർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു. മിലിറ്ററി ഓപ്പറേഷൻസ് മേധാവിയായിരുന്നു വിക്രം. കേരളത്തിൽ നിന്നാണ് കർണാടകയിലെ വനമേഖലയിലെത്തിയതെന്ന് ആന്റി നക്സൽ സ്ക്വാഡ് വ്യക്തമാക്കി. ന്യൂസ് 18 ഉടുപ്പി. മണിപ്പൂരിലെ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിന് അന്ത്യശാസനം നൽകി മുഖ്യമന്ത്രിയും NDA നിയമസഭാംഗങ്ങളും സായുധ കലാപകാരികളായ കുക്കികളെ നിയമവിരുദ്ധമായ സംഘടനയായി പ്രഖ്യാപിക്കണമെന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ പ്രത്യേക സൈനിക അധികാരങ്ങൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മണിപ്പൂരിലെ സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്നും യോഗം ചേരുകയാണ്. ഇന്നലെ രാത്രി മണിപ്പൂർ മുഖ്യമന്ത്രി N ബിരേൻ സിംഗിന്റെ നേതൃത്വത്തിൽ ചേർന്ന NDA MLA-മാരുടെ യോഗമാണ് കേന്ദ്ര സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയത്. യോഗത്തിൽ പങ്കെടുത്ത MLA-മാർ കർശന നടപടികൾ ആവശ്യപ്പെട്ട് പ്രമേയം പാസാക്കി. നവംബർ 14 ഉത്തരവ് പ്രകാരം സൈന്യത്തിന് പ്രത്യേക അധികാരം നൽകുന്ന അഫ്സ്പ ഏർപ്പെടുത്തിയത് കേന്ദ്രം അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും കൊലപ്പെടുത്തിയതിന് ഉത്തരവാദികളായ കുക്കി തീവ്രവാദികൾക്കെതിരെ നടപടി വേണം. 7 ദിവസത്തിനകം അവരെ നിയമവിരുദ്ധ സംഘടനയായി പ്രഖ്യാപിക്കണം. മണിപ്പൂരിൽ സമാധാനവും സാധാരണ നിലയും ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവശ്യമായ എല്ലാ നടപടികളും എത്രയും വേഗം കൈക്കൊള്ളണമെന്നും യോഗം ആവശ്യപ്പെട്ടു. പ്രമേയ തീരുമാനങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ നടപ്പിലാക്കണം. അല്ലെങ്കിൽ എല്ലാ NDA നിയമസഭാ അംഗങ്ങളും മണിപ്പൂരിലെ ജനങ്ങളുമായി കൂടിയാലോചിച്ച് തുടർ നടപടികൾ തീരുമാനിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. മന്ത്രിമാരുടെയും MLA-മാരുടെയും സ്വത്തുക്കൾക്ക് നേരെയുണ്ടായ ആക്രമണത്തെയും യോഗം അപലപിച്ചു. ഉന്നതാധികാര സമിതിയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ നിയമ നടപടികൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രസ്താവനയിൽ വ്യക്തമാക്കി. 45 നിയമസഭാ അംഗങ്ങളിൽ 27 പേർ യോഗത്തിൽ നേരിട്ട് ഹാജരായി. ഒരാൾ ഓൺലൈനായി പങ്കെടുത്തു. 6 MLA-മാർ ആരോഗ്യപരമായ കാരണങ്ങളാൽ ഹാജരായില്ല. ഒരു മന്ത്രി ഉൾപ്പെടെ 11 പേർ യോഗത്തിൽ നിന്ന് വിശദീകരണമില്ലാതെ വിട്ടുനിന്നത് ശ്രദ്ധേയമായി. ക്യാബിനറ്റ് മന്ത്രി ഖേംചന്ദ് സിംഗും ഹാജരാകാത്തവരിൽ ഉൾപ്പെടുന്നു. മണിപ്പൂരിലെ സാഹചര്യം ഏറെ സങ്കീർണമാണെന്ന് ഇന്നലത്തെ യോഗത്തിൽ ഉദ്യോഗസ്ഥർ അമിത്ഷായെ ധരിപ്പിച്ചു. വംശീയ സംഘർഷം അടിച്ചമർത്തുന്നതിനായി മണിപ്പൂരിലേക്ക് കേന്ദ്രം 50 കമ്പനി അധിക അർദ്ധസൈനിക സേനയെ വിന്യസിച്ചു. അതേസമയം മണിപ്പൂർ മുഖ്യമന്ത്രി N ബിരേൻ സിംഗ് വിളിച്ച യോഗത്തിൽ നിന്ന് ഭരണകക്ഷി MLA-മാർ വിട്ടുനിന്നതിൽ കോൺഗ്രസ് BJPയെ വിമർശിച്ചു. പ്രധാനമന്ത്രി സംസ്ഥാനത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഉപേക്ഷിച്ച് മണിപ്പൂരിന്റെ മഹത്തായ സൂത്രധാരൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഔട്ട്സോഴ്സ് ചെയ്തു എന്ന് ജയറാം രമേശ് എക്സിൽ കുറിച്ചു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. കാസർഗോഡ് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം നടന്നു. 2 പേർ റെയിൽവേ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ കല്ലെറിഞ്ഞ സംഭവത്തിൽ 17കാരനും മേൽപ്പറമ്പിന് സമീപം ട്രാക്കിൽ കരിങ്കല്ല് കയറ്റിവെച്ച് അമൃത്സർ കൊച്ചുവേളി എക്സ്പ്രസ് അട്ടിമറിക്കാൻ ശ്രമം നടത്തിയതിന് പത്തനംതിട്ട സ്വദേശിയുമാണ് അറസ്റ്റിലായിട്ടുള്ളത്. കാസർഗോഡ്, കീഴൂർ, കളനാട് എന്നിവിടങ്ങളിൽ ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം.
ട്രാക്കിൽ കരിങ്കല്ല് കയറ്റിവെച്ച് അമൃത്സർ കൊച്ചുവേളി എക്സ്പ്രസ് അട്ടിമറിക്കാനാണ് ശ്രമമുണ്ടായത്. ലോക്കോ പൈലറ്റ് വിവരമറിയിച്ചതിനെ തുടർന്ന് റെയിൽവേ പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ ഒരാൾ പിടിയിലായി. പത്തനംതിട്ട സ്വദേശി അഖിൽ ജോൺ മാത്യുവാണ് റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. ഏതാനും ദിവസം മുമ്പ് കളനാട്ട് വെച്ച് വന്ദേഭാരത് എക്സ്പ്രസിന് നേരെ കല്ലെറിഞ്ഞ് ചില്ല് തകർത്ത സംഭവത്തിൽ 17 വയസ്സുള്ള ഒരാളെയും റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ട്രെയിനിലെ CCTV ക്യാമറ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ കുറ്റം സമ്മതിച്ചതായി റെയിൽവേ CI അറിയിച്ചു. റീസെന്റ് ആയിട്ട് നിങ്ങൾക്കറിയാം, കാസർഗോഡ് ഏരിയയിൽ ഇവിടുന്ന് മഞ്ചേശ്വരം വരെയുള്ള ഏരിയയിൽ റീസെന്റ് ആയിട്ട് കുറെ സ്ഥലത്ത് ട്രെയിനിൽ കല്ല് വെച്ചത് അതുമായി ബന്ധപ്പെട്ട് ലോക്കൽ പോലീസ്, GRP, RPF എന്നിവരെല്ലാം പല എഫേർട്ടുകളും എടുത്തു. പല സമയത്തും നമുക്ക് കണ്ടെത്താൻ പറ്റിയത് കുട്ടികളാണ് ചെയ്യുന്നത്. ഈ റീസെന്റ് ആയിട്ട് ഇപ്പൊ കാസർഗോഡ് ലോക്കൽ പോലീസിൽ ഒരു സാബട്ടേജ് കേസ് എടുത്തിട്ടുണ്ട്. അത് അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നു. ഇന്നലെ ഇത് വന്ദേഭാരത് എക്സ്പ്രസിൽ എല്ലാവർക്കും അറിയാം, ഫുള്ള് CCTV ഇൻസ്റ്റാൾഡ് ആണ്. CCTV ഫുട്ടേജിന്റെ പറ്റിക്കൊണ്ട് അത് അന്വേഷണത്തിലൂടെ കണ്ടെത്തി ആൾ ഐഡന്റിഫൈ ചെയ്തു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ കേന്ദ്രീകരിച്ച് ട്രെയിനുകൾക്ക് നേരെ കല്ലെറിയുന്ന സംഭവവും റെയിൽപാളത്തിൽ കല്ലുകൾ നിരത്തിവെച്ച ട്രെയിൻ അട്ടിമറി ശ്രമവും പതിവായിരുന്നു. ഇതേ തുടർന്ന് റെയിൽവേ ട്രാക്കിൽ നിരീക്ഷണം ശക്തമാക്കി വരുന്നതിനിടെയാണ് 2 പേർ കൂടി പിടിയിലാകുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. കുറുവ സംഘാംഗം എന്ന സംശയത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത മണികണ്ഠനെ വിട്ടയച്ചു. മണികണ്ഠനെതിരെ തെളിവില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിട്ടയച്ചതെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആലപ്പുഴയിൽ മോഷണം നടന്ന ഒക്ടോബർ 21 മുതൽ നവംബർ 14 വരെ മണികണ്ഠൻ കേരളത്തിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എറണാകുളം വടക്കൻ പറവൂരിൽ വീടുകളിൽ മോഷണശ്രമം നടത്തിയ പ്രതികളെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം തുടരുകയാണ്. ഇന്നലെ ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തി. പ്രാദേശിക മോഷ്ടാക്കൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. കുറുവ സംഘം സ്ഥിരമായി ഒരിടത്ത് തങ്ങി മോഷണം നടത്തുന്നത് പതിവില്ലാത്തതിനാൽ അന്വേഷണം മറ്റ് ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം. അന്യസംസ്ഥാന മോഷ്ടാക്കളുടെ കേരളത്തിലെ സാന്നിധ്യം കൂടുന്നതായി പോലീസിന്റെ കണക്ക്. കഴിഞ്ഞ 4 വർഷത്തിനിടെ അന്യസംസ്ഥാനക്കാർ ഉൾപ്പെട്ട 1378 മോഷണങ്ങൾ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്. 1325 സംഭവങ്ങളിലെയും പ്രതികളെ പിടിക്കാനും കഴിഞ്ഞു. നിയമസഭയിൽ ആഭ്യന്തര വകുപ്പ് നൽകിയ കണക്കനുസരിച്ച് ഓരോ വർഷവും ഇത്തരം സംഭവങ്ങൾ കൂടുകയാണ്. 2021 192 കേസുകളായിരുന്നു. 2023 519 ഈ വർഷം സെപ്റ്റംബർ വരെ അന്യസംസ്ഥാനക്കാർ ഉൾപ്പെട്ട കേസുകളുടെ എണ്ണം 307 കേസുകളിൽ ഭൂരിഭാഗത്തിലും പ്രതികൾ തമിഴ്നാട് സ്വദേശികളാണെന്നും ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ശബരിമലയിൽ തിരക്ക് കൂടുകയാണ്. സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. 1 മണിവരെ പമ്പയിൽ നിന്ന് പുറപ്പെട്ടത് 40,000 സ്വാമിമാരാണ്. നട തുറന്ന ശേഷം ഇന്നലെയാണ് ഏറ്റവും കൂടിയ തിരക്ക് അനുഭവപ്പെട്ടത്. 75,959 പേരാണ് ഇന്നലെ ദർശനം നടത്താൻ സന്നിധാനത്തെത്തിയത്. ഇന്നലെ എത്തിയ തീർത്ഥാടകരിൽ 8,000-ലേറെ പേരും കുട്ടികളായിരുന്നു. തിരുട്ട് ഗ്രാമത്തിലെ 2 പേർ ശബരിമലയിൽ പിടിയിലായി. കറുപ്പുസ്വാമി, വസന്ത് എന്നിവരാണ് അറസ്റ്റിലായത്. തേനി സ്വദേശികളാണെന്നാണ് ഇവർ പരിചയപ്പെടുത്തിയത്. വിവരങ്ങൾ ശരിയാണോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ക്യാമറയില്ലാത്ത സ്ഥലങ്ങളിൽ തിരക്കുള്ള സമയത്ത് മോഷണം നടത്തുന്നതാണ് ഇവരുടെ രീതിയെന്നാണ് പോലീസ് പറയുന്നത്. അറസ്റ്റ് ചെയ്തവരെ ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കി. മഹാരാഷ്ട്ര പോളിംഗ് ബൂത്തിലേക്ക് കടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. യഥാർത്ഥ ശിവസേനയും NCPയും ഏതെന്ന തർക്കം തുടരുമ്പോഴാണ് ജനങ്ങൾ ആർക്കൊപ്പം എന്ന് തെളിയിക്കാനുള്ള അവസരം 2 പാർട്ടികൾക്കും കിട്ടുന്നത്. 2086 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഇത്തവണ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ രംഗത്തുണ്ട്. മഹാരാഷ്ട്ര മഹാവിധിക്കൊരുങ്ങുന്നു. 288 സീറ്റുകൾ, 4136 സ്ഥാനാർത്ഥികൾ, 36 ജില്ലകളിലായി 9.7 കോടിയിലധികം വോട്ടർമാർ. പിളർന്ന ശിവസേനയ്ക്കും NCPയ്ക്കും ചില മണ്ഡലങ്ങൾ അഭിമാന വിഷയം. കോപ്രി പച്പഘാടിയിൽ ഏക്നാഥ് ഷിൻഡെ വേഴ്സസ് കേദാർ ദിഗെ. മുംബൈയിലെ വോർലി നിയമസഭാ മണ്ഡലത്തിൽ ത്രികോണ മത്സരം. ശിവസേന UBTയുടെ ആദിത്യ താക്കറെയെ നേരിടുന്നത് ഷിൻഡെ വിഭാഗത്തിലെ മിലൻ ദേവറയും MNSന്റെ സന്ദീപ് ദേശ്പാണ്ഡെയും. മാഹിമിലും ത്രികോണപ്പോര് തന്നെ. സ്ഥാനാർത്ഥികൾ ശിവസേന UBTയുടെ മഹേഷ് സാവന്ത്, ഷിൻഡെ വിഭാഗത്തിന്റെ സദാ സർവങ്കർ, MNSന്റെ അമിത് താക്കറെ. അജിത് പവാർ വേഴ്സസ് യുഗേന്ദ്ര പവാറാണ് ബാരാമതിയിലെ പോരാട്ടം. അനുശക്തി നഗറിൽ
NCP അജിത് പവാർ വിഭാഗം സ്ഥാനാർത്ഥി സന മാലിക് ശരത് പവാർ വിഭാഗത്തിന്റെ ഫഹദ് അഹമ്മദിനെ നേരിടും. ഷിൻഡെ വിഭാഗം ശിവസേനയുടെ അവിനാഷ് റാണയും കളത്തിലുണ്ട്. BJP കോൺഗ്രസ് പോരാട്ടങ്ങളും സുപ്രധാനം. BJP സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻകുലെ നാഗ്പൂരിലെ കാംതി നിയമസഭാ സീറ്റിൽ നിന്ന് തുടർച്ചയായി 4ാം തവണയാണ് വിജയം ലക്ഷ്യമിടുന്നത്. മറുവശത്ത് കോൺഗ്രസ് മുൻ നാഗ്പൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ബോയാർ. നാഗ്പൂർ സൗത്ത് വെസ്റ്റിൽ BJPയുടെ ദേവേന്ദ്ര ഫട്നവീസ് വേഴ്സസ് കോൺഗ്രസിന്റെ പ്രഫുൽ വിനോദ് റാവു. സാഗോലിയിൽ BJPയുടെ അവിനാഷ് ആനന്ദ് റാവുവിനെയാണ് മഹാരാഷ്ട്ര കോൺഗ്രസിന്റെ അധ്യക്ഷൻ നാനാ പട്ടോളെ നേരിടുന്നത്. ഈ സീറ്റുകളെല്ലാം ദേശീയ പാർട്ടികൾക്ക് നിർണായകം. കൊല്ലപ്പെട്ട മന്ത്രി ബാബ സിദ്ദിഖിയുടെ മകനും NCP നേതാവുമായ ശീഷൻ സിദ്ദിഖി ബാന്ദ്രെ ഈസ്റ്റിൽ ഉദ്ധവ് താക്കറെയുടെ അനന്തരവൻ വരുൺ സർദേശായിക്കെതിരെ കളത്തിലുണ്ട്. NCPയുടെ തൃപ്തി സാവന്തും ഇതേ സീറ്റിൽ മത്സരിക്കുന്നു. മുൻ മുഖ്യമന്ത്രി അശോക് ചവാന്റെ മകൾ ശ്രീജയ ചവാനെ നന്ദേഡിലെ ബോക്കർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് BJP ഇറക്കിയിട്ടുണ്ട്. മൻകുത് ശിവജി നഗറിൽ വിവാദ നായകൻ നവാബ് മാലിക് NCP അജിത് പവാർ വിഭാഗത്തിനായി മത്സരിക്കുമ്പോൾ എതിരിടുന്നത് ഷിൻഡെ വിഭാഗത്തിൽ നിന്നുള്ള ശിവാജി പാട്ടീലും സമാജ്വാദി പാർട്ടിയുടെ അബു ആസ്മിയും. സ്ത്രീകൾക്കായി ഏർപ്പെടുത്തിയ മഹ്ജി ലഡ്കി ബഹീൻ പോലുള്ള ജനപ്രിയ പദ്ധതികളാണ് ഭരണകക്ഷിയായ മഹായുതി നേട്ടമായി ഉയർത്തിക്കാണിക്കുന്നത്. ജാതി അടിസ്ഥാനത്തിലുള്ള സെൻസസ്, സാമൂഹ്യനീതി, ഭരണഘടനയുടെ സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മഹാവികാസ് അഘാടി സഖ്യം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. BJPയുടെ ബാട്ടേങ്കെ തോ കാട്ടേങ്കെ, ഏക് ഹേ തോ സേഫ് ഹേ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ വോട്ടർമാരെ മതപരമായ രീതിയിൽ ധ്രുവീകരിക്കുന്നുവെന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം വിവാദങ്ങൾക്ക് വഴിവെച്ചു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ട് BJP കോൺഗ്രസിനോട് നോ പറയൂ എന്ന പരസ്യ ക്യാമ്പയിൻ നടത്തിയിരുന്നു. മുംബൈ ഭീകരാക്രമണം പോലുള്ള സംഭവങ്ങളും ആൾക്കൂട്ടക്കൊല പോലുള്ള കാര്യങ്ങളും പ്രചാരണത്തിൽ ഉയർത്തിക്കാട്ടി. എല്ലാം കേട്ടറിഞ്ഞ മഹാരാഷ്ട്ര വിധി എഴുതാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജാർഖണ്ഡിലെ 38 മണ്ഡലങ്ങൾ 2 മുന്നണികൾക്കും ഒരേപോലെ നിർണായകമാണ്. 528 സ്ഥാനാർത്ഥികളാണ് നാളത്തെ പോളിംഗിൽ മത്സരിക്കുന്നത്. ജാർഖണ്ഡിൽ രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 38 സീറ്റുകളിൽ 18 സന്താൽ പർഗാന മേഖലയിലാണ്. JMMന്റെ ശക്തി കേന്ദ്രം. ഇവിടെ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞ തവണ 18ൽ 14 സീറ്റും നേടാനായി. JMM 9 സീറ്റുകൾ നേടിയപ്പോൾ കോൺഗ്രസ് 5 സീറ്റുകളിൽ വിജയിച്ചു. 4 സീറ്റുകൾ BJPക്ക് ലഭിച്ചു. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയനായ സ്ഥാനാർത്ഥി ബർഹേത്തിൽ നിന്ന് മത്സരിക്കുന്ന നിലവിലെ മുഖ്യമന്ത്രി ഹേമന്ത് സോറനാണ്. ഗമാലിയൻ ഹെംബ്രോമിനെയാണ് BJP സോറിനെതിരെ ഇറക്കിയിരിക്കുന്നത്. രണ്ടാം ഘട്ട ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് ഹേമന്ത് സോറന് ഒരു കുടുംബകാര്യം കൂടിയാണ്. ഖാണ്ടയിൽ ഹേമന്ത് സോറന്റെ ഭാര്യയും JMM സ്ഥാനാർത്ഥിയുമായ കൽപ്പന സോറൻ മത്സരിക്കുന്നു. മുനിയ ദേവിയാണ് BJP സ്ഥാനാർത്ഥി. ദുംകയിൽ ഹേമന്ത് സോറന്റെ സഹോദരൻ ബസന്ത് സോറൻ BJP സ്ഥാനാർത്ഥി സുനിൽ സോറനെ നേരിടും. ഹേമന്തിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ സീതാ സോറൻ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ജമാ സീറ്റിലാണ്. ദൻവാറിൽ JMMലെ നിസാമുദ്ദീൻ അൻസാരിയെയാണ് BJPയുടെ ബാബുലാൽ മറാണ്ടി നേരിടുന്നത്. ഒന്നാം ഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടാം ഘട്ടത്തിൽ സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം കുറവാണ്. 38 മണ്ഡലങ്ങളിൽ 27 ജനറൽ സീറ്റുകളാണ്. 8 പട്ടികവർഗ വിഭാഗത്തിനും 3 പട്ടികജാതി വിഭാഗത്തിനും സംവരണം ചെയ്തിട്ടുണ്ട്. 472 പുരുഷന്മാരും 55 സ്ത്രീകളും ഒരു ട്രാൻസ്ജെൻഡറുമാണ് രണ്ടാം ഘട്ടത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഇതിൽ 73 പേർ ദേശീയ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്നു. 28 പേർ സംസ്ഥാനതല പാർട്ടികളിൽ നിന്നുള്ളവരും 257 പേർ സ്വതന്ത്രരുമാണ്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. പ്രശസ്ത സംഗീതജ്ഞൻ TM കൃഷ്ണയ്ക്ക് MS സുബ്ബലക്ഷ്മി സംഗീത കലാനിധി പുരസ്കാരം നൽകുന്നത് മദ്രാസ് ഹൈക്കോടതി തടഞ്ഞു. പാരമ്പര്യ നിഷേധം നടത്തുന്നതിനാൽ കൃഷ്ണയ്ക്ക് പുരസ്കാരം നൽകരുതെന്ന സുബ്ബലക്ഷ്മിയുടെ പൗത്രന്റെ ഹർജി കോടതി അംഗീകരിക്കുകയായിരുന്നു. കൃഷ്ണയ്ക്ക് തന്നെ പുരസ്കാരം നൽകണമെന്നുണ്ടെങ്കിൽ MS സുബ്ബലക്ഷ്മിയുടെ പേര് ഒഴിവാക്കി നൽകാമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട്ടിൽ ഹർത്താൽ നടക്കുകയാണ്. വയനാട്ടുകാരുടെ ദുഃഖത്തിനൊപ്പമാണ് ന്യൂസ് 18. അവരുടെ ദുരിതങ്ങൾ കാണേണ്ടവരെ കാണിക്കുകയാണ് ഞങ്ങളുടെ വാർത്താ പരമ്പര. വയനാടിനെ മറന്നു. ചൂരൽമല ദുരന്തത്തിൽ സർവ്വതും നഷ്ടമായ മനുഷ്യരുടെ മുകളിൽ ഡെമോക്ലസിന്റെ വാളുപോലെ തൂങ്ങി നിൽക്കുകയാണ് ബാങ്ക് വായ്പകൾ. സർവ്വസ്വത്തുക്കളും ഉപജീവന മാർഗവും നഷ്ടമായ സാധാരണക്കാർക്ക് ഇപ്പോൾ അല്ലെങ്കിലും ഏറെ വൈകാതെ ഇത് തിരിച്ചടക്കേണ്ടി വരും എന്നത് ഉറപ്പാണ്. കേന്ദ്ര ഇടപെടൽ കൊണ്ട് മാത്രമേ ബാങ്ക് വായ്പകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. ചൂരൽമല അങ്ങാടിയിലെ
കടമുറികളിൽ നിന്നുള്ള വാടക കൊണ്ട് മാത്രം ജീവിക്കാമായിരുന്നു അബൂബക്കറിന്. ഡയാലിസിസ്, ചികിത്സാ ചെലവുകൾക്കും മറ്റും അത് മാത്രം മതിയായിരുന്നു. ചൂരൽമലയിലെ സ്ഥലവും മറ്റും ഈടാക്കി നൽകി കേരള ഗ്രാമീൺ ബാങ്കിൽ നിന്ന് ബിസിനസ് വായ്പയായും കാർഷിക വായ്പയായും എടുത്തത് 7.5 ലക്ഷം രൂപയാണ്. സ്വർണ്ണപ്പണയം വേറെയും. മഹാദുരന്തത്തിന്റെ കുത്തൊഴുക്കിൽ എല്ലാം അബൂബക്കറിന് നഷ്ടമായി. ബാങ്ക് വായ്പകൾ ഇപ്പോഴും തീരാക്കടമായി തലയ്ക്ക് മുകളിൽ ശേഷിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം അടച്ചു തീർക്കേണ്ടി വരുമെന്ന് അബൂബക്കറിന് അറിയാം. അത് ലോണുണ്ട്, അതിനങ്ങനെ ഒരു തീരുമാനങ്ങൾ വന്നിട്ടില്ല. ഇപ്പം തൽക്കാലം എന്തെങ്കിലും വെച്ച് കടമൊന്നും അടച്ചില്ല, തിരിച്ചടക്കേണ്ടിയിരുന്ന പറഞ്ഞു. അതങ്ങനെയാണ് അവർ പലിശ അതൊന്നും സംസാരിച്ചിട്ടില്ല, ലോൺ അടക്കേണ്ടി വരുന്ന അവർ പറഞ്ഞു. 900 കണ്ടിയിൽ 4 വീൽ ജീപ്പ് ഓടിക്കുകയായിരുന്നു അബൂബക്കറിന്റെ മകൻ മുനീർ. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ലോൺ എടുത്താണ് ജീപ്പ് വാങ്ങിയത്. ഇനിയും 4 ലക്ഷം രൂപയിലേറെ അടച്ചു തീർക്കാനുണ്ട്. ഇനി എന്ന് വണ്ടിയോടിക്കാനാകുമെന്ന് മുനീറിന് അറിയില്ലെങ്കിലും ഈ തുകയും താൻ അടച്ചു തീർക്കേണ്ടി വരുമെന്ന് നന്നായി അറിയാം. തിരിച്ചടവ് ചോദിച്ച് വിളിച്ചിട്ടില്ല. പിന്നെ അവര് ഒരു പ്രാവശ്യം വിളിച്ചിരുന്നു. അങ്ങനെ വിളിക്കല്ല, സ്വാഭാവികമായിട്ടുള്ള വിളിച്ച്. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചു പറഞ്ഞ് എന്തായാലും നിങ്ങൾ ലോൺ അടക്കേണ്ടി വരും, തള്ളിപ്പോകാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്നവര്. തൽക്കാലത്തേക്ക് ബാങ്കുകളൊന്നും വായ്പകളുടെ തിരിച്ചടവ് ചോദിച്ച് വിളിക്കില്ലെങ്കിലും അവർ ഏറെ വൈകാതെ ഇത് അന്വേഷിക്കുമെന്ന് ഇവർക്കെല്ലാം നന്നായി അറിയാം. ഈ നാടിന്റെ ഏക പ്രതീക്ഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിലും വാക്കുകളിലുമായിരുന്നു. മറന്നായിട്ടല്ലേ കാണുന്നത്. ഇതിന് മുന്നിപ്പോൾ ആദ്യ സമയത്തുണ്ടായ പ്രളയം ഉണ്ടായതൊക്കെ നല്ല കേരളത്തിന് മാത്രം അവഗണിച്ചിട്ടുള്ളൊരു ഇതല്ലേ കാണുന്നത്. പ്രധാനമന്ത്രി വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ച സത്യത്തിൽ, കാരണം നമ്മളെ പോലത്തെ ഈ ഏരിയയിലൊക്കെ വരുമ്പോൾ എന്തായാലും ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷയായിരുന്നു. കാരണം അന്ന് ഹോസ്പിറ്റലിൽ ഉണ്ടായ ആളെ ഞാൻ നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നേന്നു. പക്ഷേ ഒന്നും ഇല്ലാതായി പോയി. കേന്ദ്രം യുക്തമായ തീരുമാനമെടുക്കണം, സഹായം പ്രഖ്യാപിക്കണം. അല്ലെങ്കിൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടമായ ഒരു ജനതയോട് ചെയ്യുന്ന കൊടും ക്രൂരതയാകുമത്. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിച്ചതിന്റെ അടയാളമായി ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടെത്താൻ കഴിയുക 3 വയസ്സുകാരിയെ ചേർത്ത് പിടിച്ച ആ ചിത്രമാണ്. വെറും പ്രചാരണത്തിനു വേണ്ടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനവും ചേർത്ത് പിടിക്കലുമെന്ന് പറയേണ്ടി വരുമെന്നാണ് അന്ന് പ്രധാനമന്ത്രി ചേർത്ത് പിടിച്ച നൈസയുടെ കുടുംബം പറയുന്നത്. അതല്ലെന്ന് തെളിയിക്കണമെങ്കിൽ വയനാടിന് സഹായം കേന്ദ്രം പ്രഖ്യാപിക്കണമെന്നും ഇവർ അഭിപ്രായപ്പെടുകയാണ്. വാത്സല്യത്തോടെ നൈസമോളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചേർത്ത് പിടിച്ചപ്പോൾ നാം എല്ലാം കരുതി വയനാടിനെയാണ് പ്രധാനമന്ത്രി ചേർത്ത് പിടിക്കുന്നത് എന്ന്. ദിവസങ്ങൾക്കിപ്പുറം ചൂരൽമല ദുരന്തം ദേശീയ ദുരന്തങ്ങളുടെ കൂട്ടത്തിൽപ്പെടില്ലെന്ന് കേന്ദ്രം പറയുമ്പോൾ അന്ന് പ്രധാനമന്ത്രി കാണിച്ച സ്നേഹം വെറും പ്രചരണത്തിനു വേണ്ടിയായിരുന്നുവെന്ന് ആർക്കും സംശയം തോന്നും. നൈസമോളുടെ അമ്മ ജസ്ല പറയുന്നു, മരണം വരെ ഈ ഒരു പിക്ചർ ഇങ്ങനെ ഉണ്ടാകും. നാടിന് ഉപകാരപ്പെട്ട ഒരു കാര്യമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. മഹാദുരന്തം ഏൽപ്പിച്ച മുറിവുകൾ ഉണങ്ങാതെയാണ് ജസ്ല ഞങ്ങളോട് സംസാരിച്ചത്. നൈസയുടെ സഹോദരിമാരായ ഹിനയും ഫൈസയും ഇന്ന് ഓർമ്മ മാത്രമാണ്. അവരുടെ പിതാവ് ഷാജഹാൻ എവിടെയാണെന്ന് ഇതുവരെ കണ്ടെത്താൻ പോലും ആയിട്ടില്ല. ദുരന്തത്തിൽ നിന്നും തിരിച്ചുപിടിച്ച നൈസമോൾ മാത്രമാണ് ഇവർക്കിനി ജീവിക്കാനുള്ള പ്രത്യാശ. സുരക്ഷിതമായ ഒരു വീട് വേണം, മകളെ പോറ്റാൻ തൊഴിൽ കണ്ടെത്തണം. സർക്കാർ സഹായം മാത്രമാണ് ഇനി ആശ്രയം. കേന്ദ്ര സഹായം കാത്തിരിക്കുന്ന വയനാട്ടിലെ അനേകരിൽ ഒരാൾ മാത്രമാണ് ജസ്ല. സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചാരണത്തിനപ്പുറം മനുഷ്യസ്നേഹം പ്രധാനമന്ത്രിയിൽ ശേഷിക്കുന്നുണ്ടെങ്കിൽ വയനാടിനെ ചേർത്തുപിടിക്കണമെന്ന് ജസ്ല അഭ്യർത്ഥിക്കുമ്പോൾ അത് കേരളത്തിന്റെ മുഴുവൻ ശബ്ദമാണ്. കേൾക്കാതിരിക്കരുത്. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. മരിച്ചവർക്ക് ഒന്നും അറിയണ്ട, ജീവിച്ചിരിക്കുന്നവർക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് എത്ര കഷ്ടപ്പാടാണ്. എല്ലാം പോയി. തോട്ടങ്ങളും 2-3 ഏക്കർ തോട്ടം ഉണ്ടായിരുന്നു, 10 വാഹന കട റൂമുണ്ടായിരുന്നു, അതൊക്കെ നഷ്ടപ്പെട്ടു. മറന്നെന്ന് തോന്നുന്നുണ്ട്.
ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കേന്ദ്ര അവഗണനയ്ക്കെതിരെ വയനാട്ടിൽ ഹർത്താൽ തുടങ്ങി. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. വയനാട് ഉരുൾപൊട്ടലിൽ കേന്ദ്ര സഹായം ലഭിക്കാത്തതിൽ പ്രതിഷേധം. ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് LDF-ഉം UDF-ഉം. ലക്കിടിയിൽ ജില്ലാ പ്രവേശന കവാടത്തിൽ UDF പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന വിവേചനത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് വയനാടിനോടുള്ള അവഗണന എന്ന് CPM ജില്ലാ സെക്രട്ടറി ഗഗാരൻ. കേന്ദ്ര സഹായം ഇല്ലെങ്കിലും പുനരധിവാസം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. UDF-ന് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്ന ആത്മാർത്ഥത ഇല്ലെന്നും ജനങ്ങൾ ദുരിതത്തിൽ ആകണമെന്ന നിലപാടാണ് ഉള്ളതെന്നും ഗഗാരൻ. വയനാട്ടിൽ പ്രഖ്യാപിച്ച ഹർത്താൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുരന്തബാധിതരോടുള്ള നീക്കങ്ങൾക്ക് എതിരായ പ്രതിഷേധമെന്ന് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ND അയ്യപ്പൻ. വയനാട്ടിലെത്തി ഇവിടുത്തെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയ പ്രധാനമന്ത്രി തീരുമാനമെടുക്കണമായിരുന്നു. കേരള സർക്കാർ ദുരന്തബാധിതരോട് സ്വീകരിച്ച സമീപനം അംഗീകരിക്കാൻ ആകില്ലെന്നും അതിനോട് കൂടിയുള്ള പ്രതിഷേധമാണ് ഈ ഹർത്താലെന്നും ND അയ്യപ്പൻ ന്യൂസ് 18നോട്. പാലക്കാട് നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകൾ. പരമാവധി വോട്ടുറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാകും മുന്നണി സ്ഥാനാർത്ഥികൾ. വോട്ടെടുപ്പിൽ ക്രമക്കേടുകൾ തടയാൻ കർശന നടപടികൾ സ്വീകരിച്ചതായി ജില്ലാ കളക്ടർ. ബലാത്സംഗ